ഫിറോസ് വന്ന് ബുൾഡോസർ കൊണ്ടുവന്ന് ഈ വീട് ഇടിച്ച് തകർത്ത് പഴയതുപോലെ നിരത്ത് തന്നു. രേണു പറഞ്ഞു പച്ചക്കള്ളം, ഞങ്ങൾ കൊല്ലംകാർ താമസിപ്പിക്കാൻ വേണ്ടിയാണ് ഇയാൾ വീടുണ്ടാക്കിയത്. ഇവിടെ വന്ന് ഇവിടെ താമസിച്ചു, തനിക്കാരെങ്കിലും ഇവിടെ കൊണ്ട് വീടുണ്ടാക്കാൻ വേണ്ടി താമസിച്ചു, അല്ലെങ്കിൽ ഈ വേദനയുള്ള നാട്ടുകാർ ഇവിടെ വന്ന് താമസിച്ചു. ഞങ്ങൾക്ക് അങ്ങനെ ഇതൊന്നുമില്ല. സുധിയുടെ അപ്പനും അമ്മ ഇവിടെ താമസിക്കാമെന്ന് ഓർത്തെന്നില്ല. അങ്ങനെ ഓർത്താണ് ഈ പിള്ളേർക്ക് വീട് നാട്ടുകാർ പൈസ കൊടുക്കും. ഇങ്ങനെ സംസാരിച്ച ഈ ഫിറോസാണ് ഇന്നിരുന്നുകൊണ്ട് രേണു കള്ളം പറഞ്ഞു, രേണു പച്ചക്കള്ളം പറഞ്ഞു, ഞാൻ ചുമന്നതാ. ഞാനിപ്പോൾ ഈ പറയുമ്പോഴും ചിലപ്പോൾ ഒരു പക്ഷെ ചോദിക്കാം ഇവൻ എന്നാ കാര്യമെന്ന്. അത് എനിക്കിതാ, നീ അവിടെ ഇരിക്കുന്ന മിണ്ടായിരുന്നു. എല്ലാ ലോകരും ഈ ഫിറോസും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. 5 വയസ്സ് കഴിഞ്ഞ ഒരു കുഞ്ഞിന്റെ കാര്യം ഇവരാരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ആരവനെ സംരക്ഷിക്കും? അറിയാമോ? അവനെ ഞങ്ങൾ നാളെ പോകാം. ഈ കുഞ്ഞിനെ എവിടെ ഇട്ടിട്ട് പോകും? ഇങ്ങോട്ട് ഈ ഫിറോസ് ഉൾപ്പെടെ വരട്ടെ, വന്നിവിടെ അവർക്ക് ഇഷ്ടപ്പെട്ടവരിവിടെ താമസിപ്പിക്കുക. ഈ 5.5 വയസ്സുള്ള കുഞ്ഞിനെ ആര് നോക്കും? ഫിറോസ് എന്ന പുള്ളി പറയുന്നത് ഇനി ഞാൻ ആർക്കും സഹായം ചെയ്യത്തില്ല, ഒരിക്കലും ഇങ്ങനത്തെ സഹായം ചെയ്യരുതേ എന്ന് എനിക്കൊരു അപേക്ഷ കൂടെ ഉള്ളൂ. ഒരു തന്തയോ ഒരു വീട്ടിലെ അത്താണി എന്ന് പറയുന്ന ഒരാളും മരിച്ചു പോയി കഴിയുമ്പോൾ അവരെ സഹായിക്കാനായിട്ട് വന്നിട്ട് ഒരു വെറും കള്ളനും കള്ളിയാക്കുന്ന ആ സ്വഭാവക്കാർ ഒരിക്കലും ആർക്കും ഇത് വെച്ച് കൊടുക്കരുത്. ദൈവമേ, ആരും ഞങ്ങളെപ്പോലെ ഇതുപോലെ ഒരു അവസരത്തിൽ ചെന്ന് വരുത്തരുന്ന് ഞാൻ ദൈവത്തിനവരോട് പ്രാർത്ഥിക്കുന്നു. കാരണം അതിന്റെ വേദന ഞങ്ങൾക്കറിയാം. ഈ ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, ലിവിങ് ഏരിയ, അവിടെ നിന്ന് എന്തായാലും വെള്ളം ഇങ്ങോട്ട് അടിച്ചു പോകും. സംശയമുള്ളൊരു മഴക്കാലത്ത് വന്നാൽ ഇവിടെ വന്ന് ഞാൻ കാണിച്ചത് സുധി പച്ചക്കള്ളം പറഞ്ഞു. ഞാൻ എന്തിനാണ് കള്ളം? എനിക്കിത് കള്ളം പറഞ്ഞിട്ട് ഒന്നും നേടാനാവില്ല. കത്തി ഇവിടെ ഇരുന്നപ്പോൾ തന്നെ എന്താ വെച്ച് വെള്ളം എന്ന ചെറിയ മഴ പെയ്തപ്പോൾ അത് അനുഭവിച്ചതല്ലേ. ചെറിയ ഈ മുറിയിൽ ഈ സോഫയിൽ ഇരുന്ന് സംസാരിച്ചപ്പോഴല്ലേ വെള്ളം ദേഹത്തോട്ടിരിക്കുന്നത് ആണോ? ഒരാണി നിങ്ങളുണ്ട് ഈ വീട്ടിൽ എവിടെ ഒരു കല്ലെടുത്ത് തൂക്കാൻ ഒന്നും പറ്റത്തില്ല. ആണി അടിക്കാൻ പറ്റത്തില്ല. എന്നെ ആണി അടിച്ചാൽ ഇത് താഴോട്ട് പോകുന്നു, ഇദ്ദേഹത്തിന് അറിയാം. ആ പറഞ്ഞ വ്യക്തി ഈ ഫാൻ ഫിറ്റ് ചെയ്തിരുന്ന 1.5 ഇഞ്ചിന്റെ ആണി കൊണ്ടാണ് ഈ ഫാൻ ഇത്രയും പൊക്കത്ത് ഫിറ്റ് ചെയ്തത്. ഞാൻ ഇവിടെ ഇരുന്നപ്പോഴത്തേക്കും ഇത് ഒരു സൗണ്ട് കേട്ടു. ഞാൻ എന്തായാലും ഇങ്ങനെ പുറത്തോട്ട് എന്തോ വരുന്ന പോലെ തോന്നി. പെട്ടെന്ന് ഞാൻ തട്ടി കഴിഞ്ഞപ്പോൾ ഫാനിന്റെ ഒരു സൈഡ് വന്ന് എൻ്റെ ഇവിടെ ഇടിച്ച് ഇദ്ദേഹത്തിനോട് ആര് പറഞ്ഞു? ഞങ്ങൾ ചെന്ന് പറഞ്ഞു ഇയാളൊന്ന് പണിയാനായിട്ട്. എന്നിട്ട് ഈ കണ്ട കാര്യം ചെയ്തു വെച്ചിരിക്കുന്നു. നിങ്ങളൊന്ന് കാണണം. നിങ്ങൾക്കൊന്നും അറിയത്തില്ല, നാട്ടുകാർ മലയാളികൾ നിങ്ങൾ വന്ന് കാണണം. ഇതെന്നാ കാണിച്ചു വെച്ചിട്ട് കുമ്മായം കൊണ്ട് തേച്ച് വെച്ച് പുറം മൊത്തം പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഒരു കള്ളമല്ലേ പറയുന്നത്. ഇയാൾ പറഞ്ഞ കള്ളം എവിടെ നനഞ്ഞെന്ന് പറഞ്ഞിട്ട് അവർക്ക് അറിയാവോ ഇത് എവിടെ ചോരുന്നത് എന്താന്ന്? ഈ വ്യക്തിയാണ് ഈ കഴിഞ്ഞ ദിവസം രേണു ഇവിടെ നനയെന്ന് പറഞ്ഞപ്പം രേണു പറഞ്ഞ പച്ച കള്ളമാണെന്ന്. കാരണം അതുപോലെ തന്നെ രണ്ടാമത് ഒരു കാര്യം കൂടെ പറഞ്ഞു. ഇദ്ദേഹം ഉൾപ്പെടെ ഉണ്ടാക്കിയ ആള് തന്നെ ഇപ്പൊ വിമർശിച്ചല്ലോ, രേണു പറഞ്ഞ കള്ളമാണ്. ഒരു സത്യം ഞാൻ പറയാം. 1 വർഷം കഴിഞ്ഞ് ഈ വീട് ഉണ്ടാക്കിയിട്ട് ഇന്ന് വരെ ഇതിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തന്നിട്ടില്ല. അറിയാവോ? ഫിറോസ് പറഞ്ഞ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തരികയല്ല, നിങ്ങൾ ചെന്ന് ഉണ്ടാക്കിക്കോളാം. ഒരു സാധാരണ ഒരു വീട് പണിയുന്ന ഒരു കോൺട്രാക്ടറെ സംബന്ധിച്ച് അവരാണ് ഇത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. നമ്മൾ അതിന്റെ ഫീസ് അടക്കാം. ഇനി ദാനം ചെയ്താണെങ്കിലും അല്ലെങ്കിലും ഞങ്ങൾ അതിന്റെ ഫീസ് അടച്ച് ഞങ്ങളത് ശരിയായിക്കോട്ടെ. ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് അവർ തരേണ്ടത്, അത് തരികയല്ല എന്ന് പറഞ്ഞു. രേണുവിനെ എതിരായിട്ടുള്ളവർ ചിലപ്പം അംഗീകരിക്കുമായിരിക്കും. ഞങ്ങൾക്ക് ദൈവത്തിന്റെ മുൻപാണ് സത്യം എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ അതിന്റെ ഫലം ഈ ചെയ്യുന്നവർക്ക് കിട്ടുമെന്നും കൂടെ ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്താം. ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. ഹായ് ഹലോ, മെയിൻ സ്ട്രീം വണ്ണിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കറിയാം രേണു ചേച്ചിയുടെ മൂത്ത മകനായ കിച്ചുവിന് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. കിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ കോട്ടയത്തെ അവരുടെ വീട്ടിലേക്ക് വരികയുണ്ടായി. അങ്ങനെ കിച്ചു ഋതുപ്പനും കൂടി ചേർന്നിട്ട് വ്ളോഗ് കാര്യങ്ങളൊക്കെ ചെയ്തു. ആ വ്ളോഗ് പോസ്റ്റ് ഇടുകയും ചെയ്തു. പിന്നീട് ആ വ്ളോഗിനെതിരെ കുറെ ബാഡ് കമന്റ്സ് കാര്യങ്ങളൊക്കെ വരികയുണ്ടായി. അതിലൂടെ രേണു ചേച്ചിക്കെതിരെ സൈബർ അറ്റാക്കും ഉണ്ടായി. അപ്പം ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് രേണു ചേച്ചിയോട് തന്നെ ചോദിക്കാം. ഇപ്പം വന്ന ഈ ആരോപണങ്ങൾക്കെല്ലാം ഒരു പടി മുകളിൽ നിൽക്കുന്ന വലിയൊരു ആരോപണമാണ് ചേച്ചി ഇപ്പോൾ ഈ താമസിക്കുന്ന വീടിന്റെ ഒരു കാര്യം. അത് ചേച്ചിക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഫ്ലവേഴ്സിന്റെ നേതൃത്വത്തിൽ KHDC ഫേസ്ബുക്ക് കൂട്ടായ്മ നിർമ്മിച്ചു നൽകിയ ഈ വീടിന് സ്ഥലം നൽകിയത് നമുക്കറിയാം ബിഷപ്പ്
നോബൽ ഫിലിപ്പ് അമ്പലവേലി. അമ്പലവേലിൽ എന്ന ബിഷപ്പായിരുന്നു. KHDC ഫിറോസിക്കാണ് നേതൃത്വം നൽകി വീട് വെച്ചത്. KHDC ഫിറോസിക്കാണ് ഈ വീട് നിർമ്മിക്കുവാനുള്ള ഏതെടുത്തത്. അപ്പം ഇത്തരം ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. അതുമാത്രമല്ല, ഈ വീട്ടില് കുറച്ച് ചോർച്ചയുണ്ടെന്ന് പറഞ്ഞിട്ട് ചേച്ചി സോഷ്യൽ മീഡിയയിൽ ഒരു വാക്ക് ഉപയോഗിച്ചു. ഞാൻ ഉപയോഗിച്ചത് എന്നോട് ചോദിച്ചതാണ് എന്താണ് അത്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം കിച്ചു എടുത്ത വീഡിയോസിലൂടെയാണ്. വ്ലോഗ് അന്ന് എടുത്തതിന്റെ പിന്നിലാണ് ചേച്ചി ഈ ഒരു വാക്ക് ഉപയോഗിച്ചതും പിന്നെ ഉണ്ടായ സംഭവങ്ങൾ. ഇത് ശരിക്കും ഒരു സൈബർ അറ്റാക്ക് വരെ ചേച്ചി ഇപ്പൊ നേരിടുന്നുണ്ട് അല്ലേ? അപ്പം ഇതിനെക്കുറിച്ച് എന്താണ് ആധികാരികമായിട്ട് പറയാനുള്ളത്? ചോർച്ചയെന്ന് പറഞ്ഞാൽ നമ്മൾ എറിച്ചിലും ചോർച്ചയെന്നൊക്കെ പറഞ്ഞാൽ, ഞാൻ എറിച്ചിലടിക്കാന്ന് കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഓരോ സ്ഥലത്തും ഓരോ വാക്കുകളാണ്. നമ്മളെ വീടിനകത്തിരുന്ന മഴ പെയ്യുമ്പം വെള്ളം അകത്ത് കയറുന്നതിനാണ് ഞാൻ ചോർച്ചയെന്ന് പറഞ്ഞത്. അത് എറിച്ചിലടിക്കാന്നും പറയും. ഞാൻ എൻ്റെ വായിൽ അത് ചോർച്ചയായിട്ടാണ് വന്നത്. അതായത് ഇങ്ങനെ ചോർന്നിട്ട് എറിച്ചിൽ, വീടിനകത്ത് എന്തായാലും വെള്ളം വരും മഴ പെയ്യുമ്പോൾ. വീട് ചോർന്നിങ്ങനെ ഈ എന്തുവാ ഇവര് പണിത ഈ വാർത്ത വെച്ചേക്കുന്നെന്ന് പറയും. കമ്പി കെട്ടി വാർക്ക വീടെന്ന് പറയില്ല, വാർക്ക വീട്, ഓട് വീട്. അപ്പൊ ഈ ഭാഗത്ത് വാർക്ക വീടിന്റെ അകത്ത് വാർക്ക ഉള്ള ഭാഗത്തൂടെ അല്ല ചോരുന്നെന്ന് ഞാൻ പറഞ്ഞു. ഈ ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ ലിവിങ് ഏരിയ, ഇവിടെ ഈ മുകളിലോട്ട് കുറച്ച് അഴികളുണ്ട്. അവിടെ നിന്ന് എന്തായാലും വെള്ളം ഇങ്ങോട്ട് അടിച്ചു കയറും. ഇതാണ് ഞാൻ പറഞ്ഞ നനയുന്നുണ്ടെന്ന്, ചോരുന്നുണ്ടെന്ന്. അത് സംശയമുള്ളൊരു മഴക്കാലത്ത് വന്നാൽ ഇവിടെ വന്ന് ഞാൻ കാണിച്ചില്ല. ഞാൻ രേണു സുധി പച്ചക്കള്ളം പറഞ്ഞു. ഞാൻ എന്തിനാണ് കള്ളം? എനിക്കിത് കള്ളം പറഞ്ഞിട്ട് ഒന്നും നേടാനാവില്ല. കാരണം സുധിച്ചേട്ടൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുത്ത വീടാണിത്. ഇന്ന് തന്നെ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇവിടെ ഇരുന്ന ഭയങ്കര കുട്ടി ഇവിടെ ഇരുന്നപ്പോൾ തന്നെ എന്താ വെച്ചാൽ വെള്ളം വരുന്ന ചെറിയ മഴ പെയ്തപ്പോൾ അത് അനുഭവിച്ചതല്ലേ? ഈ മുറിയിൽ ഈ സോഫയിൽ ഇരുന്ന് സംസാരിച്ചപ്പോഴല്ലേ വെള്ളം ദേഹത്തോട്ട് വീണ്? ആണോ? അത്ര ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ ഇതിന്റെ വീട് കുറ്റം പറഞ്ഞല്ല. വീട് പണിത് അങ്ങനെ എനിക്കതിനെപ്പറ്റി ഡീറ്റെയിൽ, കാരണം ഞാൻ ഒത്തിരി ദിവസം ഇവിടെ നിൽക്കുന്നില്ല. ഈ ഒരു വീട് പണിതിട്ട് 6 മാസം കഴിഞ്ഞു. ഞാൻ ഈ 6 മാസത്തിനകം നല്ല തിരക്കായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നാടകമായിരുന്നു മെയിൻ ആയിട്ടുള്ളത്. ആ സമയത്തൊക്കെ ഞാൻ ഓടി നടക്കുന്നുണ്ട്. ഞാൻ ഇവിടെ അധികം ദിവസം നിൽക്കുന്നില്ലാത്തതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ കാര്യങ്ങളറിയാം. എൻ്റെ പപ്പായ്ക്ക് ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ അറിയാം. പപ്പായോട് ചോദിച്ചാൽ പപ്പ അതിനെപ്പറ്റി പറഞ്ഞു തരും. അപ്പം ഇതിനെതിരെ തന്നെ KHDCയുടെ ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ അഡ്മിനായ ഫിറോസ് രംഗത്തെത്തിയിരിക്കുകയാണ്. നല്ല ഗുരുതര ആരോപണമായിട്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഞാനതൊന്നും കണ്ടില്ല കേട്ടോ. സത്യമായിട്ട് ഞാനൊന്നും എന്നെ പറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് കണ്ടു കഴിഞ്ഞാൽ എനിക്കറിയാം, എൻ്റെ ഫ്രണ്ട്സിനറിയാം. ഞാൻ അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാത്ത കുറ്റം പറയാത്ത, നമ്മൾ കള്ളിയാക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ കാണാത്തത്. പറഞ്ഞോളൂ. അപ്പം ഫിറോസ് പറഞ്ഞിരിക്കുന്നത്, ഇനി മുന്നോട്ടുള്ള ധനസഹായങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ വീട് നിർമ്മാണ പദ്ധതി ഒന്നും ഞാൻ ഇനി ആരെയും സഹായിക്കത്തില്ല, ഈ ഒരു ആരോപണം കൊണ്ട് എനിക്ക് മതിയായി എന്നൊക്കെ ഫിറോസൊക്കെ പറഞ്ഞൊക്കെ ഞാൻ പച്ചക്കള്ളം പറഞ്ഞെന്നൊക്കെയാണ് ആരോപണങ്ങൾ. എനിക്ക് പച്ചക്കള്ളം പറയേണ്ട കാര്യമില്ല. എനിക്ക് വീടിനെ പറ്റി കുറ്റം പറഞ്ഞിട്ട് എനിക്ക് ഒന്നും നേടാനില്ല. ഇതിനകത്ത് മഴ പെയ്യുമ്പോഴത്തേന് എറിച്ചിലടിച്ച് ചോരുന്നെന്നുള്ള സത്യമാണ്. ചോരുന്നെന്ന് പറഞ്ഞാൽ എറിച്ചിലടിക്കുന്നെന്നുള്ള സത്യമാണ്. അതേപോലെ ഫുൾ വാർക്കയല്ല, പകുതി ഷീറ്റ് പോലത്തെ ഓട് പോലത്തെ ഷീറ്റ് പോലത്തെ ഓട് പോലത്തെ ഷീറ്റും പകുതി വാർക്ക്, ബാക്കി 3/4 ഭാഗം വാർക്കയാണ്. അവിടെ ചോരുന്നെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ ലിവിങ്ങിലും പിന്നെ ഋതപ്പം കിടക്കുന്ന ആ റൂമിലും ഈ ഒരു ഷീറ്റ് പോലത്തെ, അപ്പൊ അവിടുന്ന് എറിച്ചിലടിച്ച് വെള്ളം വീഴും. നമ്മുടെ ദേഹത്ത് വെള്ളം വീണുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, അല്ലെങ്കിൽ നിലത്ത് വെള്ളം വീണുകൊണ്ടാണ് പറഞ്ഞത്, അല്ലാതെ കള്ളം പറയേണ്ട കാര്യമില്ല. ചേച്ചി അതുപോലെ തന്നെ ചേച്ചിയുടെ അച്ഛനായിക്കോട്ടെ ഇങ്ങനെ ഹാളിൽ ഇരുന്ന സമയത്ത് ഫാൻ എന്തോ വീണു, അപ്പം നെഞ്ചത്തെങ്ങോ പരിക്ക് പറ്റി എന്നൊക്കെ കേട്ടു. അതുള്ള ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല 3/4 ഭാഗം ഞാൻ ഇവിടെ ഇല്ലടാ. ഞാൻ ഷൂട്ടിലും നാടകത്തിന്റെ തിരക്കിലും ഓട്ടത്തിലുമായിരുന്നു. ഞാൻ വന്നപ്പോ ഇന്ന പോലെ ഈ ഫാനാ താഴെ ഇറക്കി വെച്ചേക്കുമായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ? പപ്പ പറഞ്ഞു പപ്പാടെ നെഞ്ചത്ത് വീണെന്ന് പറഞ്ഞു. ഞാനില്ലായിരുന്നു. ഡീറ്റെയിൽ നമുക്ക് പപ്പാട് തന്നെ ചോദിക്കണം. അതല്ലേ നമ്മൾ അറിയാത്ത കാര്യം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പപ്പേനെ വിളിക്കാം. ആക്ച്വലി ഹാളിൽ കിടന്ന സമയത്താണ് ഫാന് വീണ് നെഞ്ചത്തേക്ക് വീണേന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ ചേച്ചിയോട് ചോദിച്ചപ്പോ ചേച്ചി പറഞ്ഞു ഞാനിവിടെ ഇല്ലായിരുന്നു, അറിയത്തില്ല, അതുകൊണ്ടാണ് അച്ഛനെ വിളിച്ചേക്കുന്നത്. എന്തായിരുന്നു സംഭവം? അത് ഒന്നാമത് ഞാൻ ഈ വീട് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ 1 വർഷമായല്ലോ. പിള്ളേർക്ക് വേണ്ടി ഈ വീട് ഈ KHDC എന്ന് പറഞ്ഞ ആ ഫേസ്ബുക്ക് കൂട്ടായ്മയിലുള്ള അതിൻ്റെ ചെയർമാനായിരിക്കുന്ന ഫിറോസ് എന്ന് പറഞ്ഞ ആൾ ഈ വീട് വെച്ച് തന്നിട്ട്, അപ്പം 1 വർഷം ആകുന്നേ ഉള്ളൂ, 11 മാസമായി. ഈ വീട് വെച്ച് അതിന് കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഈ വീട് വെച്ച് ഞങ്ങളിവിടെ താമസമായിട്ട് 1 ആഴ്ച കഴിഞ്ഞപ്പം മഴ പെയ്തപ്പം ഇവിടെ ഇപ്പം നമ്മൾ ഇരിക്കുന്ന ഈ ഭാഗത്ത് അവിടെ നല്ല ചാറ്റൽ ഇങ്ങോട്ട് വന്നിട്ട് ശരിക്കും ഇവിടെ നനഞ്ഞു. ഞാനപ്പം ഇദ്ദേഹത്തെ വിളിച്ചു, ഫോൺ എടുത്തില്ല. അദ്ദേഹത്തിൻ്റെ ഒരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു, മനോജ് എന്ന് പറയും. അദ്ദേഹത്തെ വിളിച്ചു, അദ്ദേഹം എടുത്തു. ഞാൻ ഒരാളെ അങ്ങോട്ട് വിടാമെന്ന് പറഞ്ഞു.
മെയിൻ പണിക്കാരനായ സുധീർ എന്ന് പറഞ്ഞ ഒരാൾ, അത് താമസം തുടങ്ങി പിറ്റേ ആഴ്ച നടന്ന സംഭവമാണ്. ഇവിടെ വരികയും അയാൾ ഇവിടെ എല്ലാം അപ്പം കുറേ കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു. മഴ പെയ്ത് ഈ തേപ്പൊക്കെ പയ്യെ പയ്യെ വിട്ടു പോകുന്നുണ്ടായിരുന്നു പുറകിൽ. അപ്പം അദ്ദേഹം പറഞ്ഞു മഴ പെയ്ത് ഇത് പിന്നെ പെയിൻറ്റിൻ്റെ ആയിരിക്കും എന്നാലും ചേട്ടാ ഞങ്ങൾ വന്നത് റെഡിയാക്കിക്കോളാം, ഞങ്ങൾക്ക് അടുത്തൊരു പണി ഇവിടെ ഉണ്ട്, അപ്പോഴത്തെ ഞങ്ങൾ ഇടയ്ക്ക് വന്ന് നോക്കാമെന്ന് പറഞ്ഞു. ഞാനത് കേട്ട് ഒന്നും മിണ്ടിയില്ല. അവിടെ നാളെ വന്നു, ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്നാൽ അത് ഈ ഫ്രണ്ട് ലൈറ്റ് കത്തുന്നില്ലായിരുന്നു, ഫ്രണ്ട് സിറ്റോറിൻ്റെ ലൈറ്റ് കത്തുന്നില്ല. അപ്പോൾ ഉടനെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് ചേട്ടാ ഞങ്ങൾ വന്നോളാം, മഴ ഒന്ന് മാറിക്കോട്ടെ. അതായത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം നടന്ന സംഭവം, സെപ്റ്റംബറിൽ നടന്ന സംഭവമാണ്. അപ്പം മഴയൊന്ന് മാറിയിട്ട് വന്ന് ഞങ്ങൾ വൃത്തിയാക്കി, ഇപ്പം വന്നു കഴിഞ്ഞാൽ അത് പിന്നെയും പോകുമെന്ന് പറഞ്ഞു. ശരി, ഒന്നും മിണ്ടിയില്ല. ഇത് ഈ തേപ്പെന്ന് പറയുന്നത്, ഈ വീട് തേച്ചിരിക്കുന്നത് സിമെൻറ്റും മണലും ഇല്ലാതെയാണ്. സിമെൻറ്റും എംസാൻഡും ഇല്ല. സാധാരണ വീട് പണിയുന്നത് നമ്മുടെ ഈ കേരളത്തിൽ ഞാൻ കണ്ടിരിക്കുന്നത്, ഞാനും ഒരു കെട്ടിട പണിക്കാരനായിരുന്നു, അങ്ങനെയാണ് തേച്ച് ഇത് കെട്ടിക്കഴിഞ്ഞാൽ തേപ്പെന്ന് പറയുന്ന സാധനം തേക്കുന്നത്. സിമെൻറ്റും മണലുണ്ടെങ്കിൽ മണലില്ലെങ്കിൽ എംസാൻഡ് തട്ടുന്നത്. ഇവിടെ വെറും ഒരു എന്താ പറയുക, ക്ലേ പോലെ ഒരു സാധനം, കുമ്മായം പോലെ പാക്കറ്റ്, കുമ്മായം പോലെ അത് 50 കിലോയുടെ പാക്കറ്റ് ഇത് കൊണ്ട് അടുക്കി. ഞാൻ അന്ന് ചോദിച്ചു ഇത് വെച്ചാൽ നിൽക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല, ഇപ്പോഴത്തെ ആധുനിക മോഡൽ എല്ലായിടത്തും ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തർക്കിക്കാൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദാനം ചെയ്യുന്ന നാട്ടുകാർ. അപ്പം ഞാനൊന്നും മിണ്ടാതെ പറയുന്നത്, എനിക്ക് വർക്കറിയാം, ഞാനൊന്നും മിണ്ടിയില്ല. പക്ഷേ ഈ വീടിൻ്റെ അതാണ് തേപ്പ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇതിൻ്റെ തറകെട്ട്, ഇതിൻ്റെ ഭിത്തികെട്ട്, ഇതിൻ്റെ കോൺക്രീറ്റ് ഇതെല്ലാം നല്ല മാന്യമായിട്ട് ചെയ്തു. ബാക്കി ഇത് തേച്ചത് പ്ലാസ്റ്ററിങ് കംപ്ലീറ്റ് ഈ കുമ്മായം കൊണ്ട് തേച്ചത് കൊണ്ട് മുഴുവനും മഴ നനഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുക പുറകിൽ. ഈ വ്യക്തിയാണ് ഈ കഴിഞ്ഞ ദിവസം രേണു ഇവിടെ നനയുന്നെന്ന് പറഞ്ഞപ്പം രേണു പറഞ്ഞ പച്ച കള്ളമാണെന്ന്. കാരണം രേണുവിനിപ്പം ഒരു പിന്നെ സോഷ്യൽ മീഡിയ വഴി ഭയങ്കര സൈബർ അറ്റാക്ക് ഉള്ള ഒരാളാണല്ലോ. ഇവന്മാരിങ്ങനെ യൂട്യൂബർമാരിങ്ങനെ രേണുവിനോടൊന്നും പറഞ്ഞ് ഇട്ടിട്ട് ഇങ്ങനെ പോവുക. ഇത് കണ്ടിട്ട് നമുക്ക് ഈ വീടുണ്ടാക്കി തന്ന ഇദ്ദേഹവും പറയാം രേണു പറഞ്ഞ പച്ചക്കള്ളം എന്ന് പറഞ്ഞ് രേണുവിന് കുറേ കാര്യങ്ങൾ. അതുപോലെ തന്നെ രണ്ടാമത് ഒരു കാര്യം കൂടെ പറഞ്ഞു. കൊല്ലംകാരിവിടെ താമസിക്കുമെന്ന് ഇയാൾ ഓർത്തെന്ന്. രേണുവിനോ കൊല്ലംകാർക്കോ അല്ല വീട്, നേരെ സുധിയുടെ മക്കളുടെ പേർക്കാണ് ഇത്. ഇവിടുത്തെ ഈ ബിഷപ്പ് 7 സെൻറ്റ് സ്ഥലം കൊടുക്കുകയും ഈ പറഞ്ഞ വ്യക്തികളൊക്കെ തന്നെ ഇത് പണിയുകയും ചെയ്തത്. എന്നാൽ ഇതിൻ്റെ പിന്നിൽ ഈ 24 എന്ന ചാനലാണ് ഈ കുഞ്ഞുങ്ങളുടെ രണ്ടിൻ്റെ വിദ്യാഭ്യാസവും അവർക്കൊരു ഭവനവും ഉണ്ടാക്കി തരുന്ന അവരാണ് ഏറ്റത്. പക്ഷെ ഈ സംഘടന, ഈ KHDC എന്ന് പറയുന്ന സംഘടന അങ്ങോട്ട് ചെന്ന് അവരോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാം, ഞങ്ങൾ ഒത്തിരി പേർക്ക് ഇതുപോലെ ദാനം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ് ഈ ചെയ്ത്ത്. പക്ഷെ അതിനൊന്നും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. 1 വർഷമായിട്ട് ഞാൻ ഈ വീടിൻ്റെ കുറിച്ച് ഒരു അക്ഷരം പോലും ഞാൻ മിണ്ടിയിട്ടില്ല. ഈ നാട്ടുകാരെല്ലാം ഇപ്പം യൂട്യൂബ് ഈ ചാനൽ വഴി വലിയ വിമർശനം നടത്തുന്നുണ്ടല്ലോ. ഇദ്ദേഹം ഉൾപ്പെടെ ഉണ്ടാക്കിയ ആൾ തന്നെ ഇപ്പൊ വിമർശിച്ചല്ലോ, രേണു പറഞ്ഞ കള്ളമാണ്. ഒരു സത്യം ഞാൻ പറയാം, 1 വർഷം കഴിഞ്ഞ് ഈ വീട് ഉണ്ടാക്കിയിട്ട് ഇന്ന് വരെ ഇതിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തന്നിട്ടില്ല. അറിയാവോ? ഇത് ഞാൻ ചോദിച്ചപ്പം എനിക്ക് എന്നാ കാര്യം എന്നുള്ള അർത്ഥത്തിൽ അയാൾ സംസാരിക്കുക. പിന്നെ ഞാൻ എടുക്കത്തുമില്ല. ഞാൻ ഈ 1 വർഷമായിട്ട് വിളിച്ച് അവരുടെ ഈ എഞ്ചിനീയറെ വിളിക്കുന്നു, മെയിൻ പണിക്കാരെ വിളിക്കുന്നു, സൂപ്പർവൈസറെ വിളിക്കുന്നു, എല്ലാവരും വിളിക്കുന്നു. ചേട്ടാ ഞങ്ങൾ പിന്നെ പറഞ്ഞ് ഈ 2 ആഴ്ച മുമ്പ് ഇവിടെ അടൂരിൽ നിന്ന് ഒരു സ്ത്രീയും ഒരു പുരുഷനും ഇവിടെ ഒരു കൊച്ചുമായിട്ട് കാറേ വന്ന് ഇത് അളന്നു. ഇപ്പോൾ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്. അപ്പോൾ എനിക്ക് സന്തോഷം, അയ്യോ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തരുമല്ലോ എന്നോർത്ത് ഞാൻ സന്തോഷിച്ചിരുന്നു. ഇന്നലെ രാവിലെ സാജുദ്ദീൻ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, പത്തനംതിട്ടക്കാരൻ. അദ്ദേഹം വിളിച്ച് പറയുന്നു, അച്ഛാ ഇനി നിങ്ങൾക്ക് ഫിറോസ് പറഞ്ഞ് ഇനി നിങ്ങൾക്ക് തരികയില്ല, കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തരികയില്ല, നിങ്ങൾ ചെന്ന് ഉണ്ടാക്കിക്കോളാം. ഒരു സാധാരണ ഒരു വീട് പണിയുന്ന ഒരു കോൺട്രാക്ടറെ സംബന്ധിച്ച് അവരാണ് ഇത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. നമ്മൾ അതിന്റെ ഫീസ് അടച്ചോ. ഇനി ദാനം ചെയ്താണെങ്കിലും അല്ലെങ്കിലും ഞങ്ങൾ അതിന്റെ ഫീസ് അടച്ച് ഞങ്ങളത് ശരിയായിക്കോളാം. ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് അവർ തരേണ്ടതാണ്, അത് തരികയല്ല എന്ന് പറഞ്ഞു. ഇതാണോ ഒരു കുഞ്ഞുങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുത്ത് ഇത്ര ഇത് പറയുന്നത്? ആയിക്കോട്ടെ, ഞങ്ങൾക്ക് ഇവിടെ വീടും വേണ്ട, ഒന്നും വേണ്ട, ഞങ്ങൾ നാളെ കഴിഞ്ഞ് ഇവിടുന്ന് എടുക്കുക എന്ത് ചെയ്യണം. അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറഞ്ഞു. ഈ സോഷ്യൽ മീഡിയയിൽ അല്ലെ ഇതുപോലെ ഫോൺ എടുത്തു വെച്ചുകൊണ്ട് അങ്ങ് കയറി ഇരുന്നിട്ട് എല്ലാം ഞാൻ തികഞ്ഞവനാണെന്ന് ഒരിക്കലും ആരും കരുതരുത്. ഇന്ന് ഞാനിവിടെ ഇവിടെ വീഡിയോ എല്ലാം കാണിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ഈ തേപ്പും പൊളിഞ്ഞ് ഒഴുകുക മഴയത്ത്. നിങ്ങൾക്ക് കാണാം, ഇവിടെ ചാനൽ എടുത്തിട്ടുണ്ട്. നാളെ ഒന്നുകൂടെ ഞാൻ തൊട്ട് കാണിക്കാം. ഇപ്പം ഈ വോയിസ് മാത്രമല്ലേ കാണുന്നുള്ളൂ. ആൾക്കാർ ഈ പൈസ മുടക്കിയവരും ഞങ്ങൾക്ക് വീട് തന്നു, സുധിയുടെ കൊച്ചുങ്ങൾക്ക് വീട് തന്നു, അവരുടെ അപ്പൻ താമസിക്കുന്നു, അയൽപക്കക്കാർ താമസിക്കുന്നു, ഈ ബഹളം വയ്ക്കുന്ന ഈ ജനങ്ങളല്ല ഇതൊന്ന് കാണണം. ഇത്ര നാൾ ഞാൻ മിണ്ടായിരുന്നത് എന്നാണെന്നറിയോ? ദാനം തന്നതല്ലേ,
നമ്മളെന്തിനാ അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇകഴ്ത്തേണ്ട കാര്യമില്ല. നമുക്ക് പൈസ ഉണ്ടാകുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കുറേശ്ശെ ചെയ്യാം എന്ന് ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞിരിക്കുകയായിരുന്നു. അന്നേരമാണ് ഇദ്ദേഹം രേണു പറഞ്ഞ പച്ചക്കള്ളം, ഞങ്ങൾ കൊല്ലംകാർ താമസിപ്പിക്കാൻ വേണ്ടിയാണ് ഇയാൾ വീടുണ്ടാക്കിയത്. അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കൊല്ലം സുധിയുടെ മക്കൾക്കുള്ള വീട്, അത് വേറെ ആർക്കും അവകാശമില്ല, ഞങ്ങൾക്കും ഇല്ല, ആർക്കും ഇല്ല. പിന്നെ എന്തിനാണ് ഞങ്ങളെ ഇട്ട് ഈ ഉപദ്രവിക്കുന്നത്? അന്നേരം ഉണ്ടാക്കിയവനും കൂടി ഇത്രയും ഈ വൃത്തികേട് അത് കാണിക്കാം. മുഴുവൻ 1 വർഷം തികഞ്ഞില്ല, തേപ്പ് മുഴുവൻ പൊട്ടിപ്പൊയ്ക്കൊണ്ടിരിക്കുക. ഈ അകത്തെ പോകാത്ത എന്നാണെന്നറിയോ? അകത്തെ പോകാത്തത് നനയുന്നില്ല, നനയുന്ന ഭാഗത്ത് മുഴുവൻ പോകുന്നത് ഞങ്ങൾ കാണിക്കാം. ഇദ്ദേഹം ഒരു വാക്കുകൂടെ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എങ്ങനെ ഉണ്ടാക്കി തന്നെ. ഇവിടെ ഇപ്പം സുധിയപ്പല്ലേ രേണു ഇങ്ങനെ ഈ ചാനൽ വഴിയൊക്കെ ഇവിടെ ഒത്തിരി യൂട്യൂബേഴ്സൊക്കെ വരും, ഓരോ കാര്യം വരുമ്പോഴത്തേക്ക് ഇവിടെ വരും. അവർ കണ്ട് ഇതെല്ലാം പൊട്ടിപ്പറിച്ചു. ഒത്തിരി പേര് എന്നോട് ചോദിച്ചു, ഇത് ഫ്രണ്ട് തന്നെ ഇങ്ങനെ ഇരിക്കുന്ന അതെല്ലാം പൊഴിഞ്ഞു പോകുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു അത് സാരമില്ല, നിങ്ങളൊന്നും എടുത്തിടരുതേ എന്നേ ഞാൻ പറഞ്ഞു കൊടുത്തുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞു ഇതുപോലെ ഇനി ആരെങ്കിലും വന്ന് എടുത്തിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ എടുത്തതായിട്ട് ഒരിക്കലും നിങ്ങൾ കരുതരുത് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സാജുദ്ദീൻ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു, നിങ്ങളതെല്ലാം ബാക്കി കാര്യങ്ങൾ ചെയ്തോണം, ഇനി അവിടെ മഴ നനഞ്ഞാലും ഒരു വരെ ഒന്നും വരത്തില്ല. പിന്നെ നിങ്ങൾക്ക് ആക്ഷേപം വന്നിട്ടുണ്ടെങ്കിൽ ഫിറോസ് വന്ന് ബുൾഡോസർ കൊണ്ടുവന്ന് ഈ വീട് ഇടിച്ച് തകർത്ത് പഴയതുപോലെ നിരത്ത് വന്ന്. കാരണം എൻ്റെ ഫോണിൽ ഇപ്പം കാണുകയല്ല, ഡിലീറ്റ് ചെയ്യാനായിട്ട് എനിക്കറിയത്തുമില്ല, അതങ്ങ് കടന്നോ സേവ് ചെയ്യാനോ എനിക്കറിയത്തില്ല. പക്ഷേ ഈ ഫോൺ ഞാൻ എവിടെ വേണേലും കൊണ്ട് ഹാജരാക്കാം. ഫോണിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് കാണുമല്ലോ, 1 കൊല്ലം ആയാലും കാണുമല്ലോ. ഇങ്ങനെ സംസാരിച്ച ഈ ഫിറോസാണ് ഇന്നിരുന്നുകൊണ്ട് രേണു കള്ളം പറഞ്ഞു, രേണു പച്ചക്കള്ളം പറഞ്ഞു. ഞാൻ ചുമന്നതാ. ഇതൊന്നും പറഞ്ഞ പിന്നെ അംഗീകരിക്കാൻ ജനങ്ങൾ ചിലപ്പം രേണുവിനെ എതിരായിട്ടുള്ളവർ ചിലപ്പം അംഗീകരിക്കുമായിരിക്കും. ഞങ്ങൾക്ക് ദൈവത്തിന്റെ മുൻപാകെ സത്യം എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ അതിന്റെ തിക്തഫലം ഈ ചെയ്യുന്നവർക്ക് കിട്ടുമെന്നും കൂടെ ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്താം. പിന്നെ ഒരു കാര്യം, ഇവിടെ ഫാൻ വീണെന്ന് പറഞ്ഞു, ഇത് ഞാൻ പറഞ്ഞല്ലോ ചുണ്ണാമ്പ് പോലത്തെ സാധനം ഇത് തേച്ച് വെച്ചിരിക്കുന്നത്. ഒരാണി നിങ്ങളുണ്ട് ഈ വീട്ടിൽ എവിടെ ഒരു കലണ്ടർ തൂക്കാൻ ഒന്നും പറ്റത്തില്ല, ഒരു ആണി അടിക്കാൻ പറ്റത്തില്ല. അപ്പം അയാൾ തന്നെ പറഞ്ഞു ഇത് ഫിറ്റ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ നോക്കിയേ ചെയ്യോളൂ, ആണിയൊന്നും ഇവിടെ അടിക്കരുത്. എന്നോട് പറഞ്ഞു ആണിയൊന്നും അടിക്കരുത്, ഈ ഫോട്ടോ ഫിറ്റ് ചെയ്താൽ ആണിയൊന്നും അടിക്കരുത്, സ്ക്രൂ ചെയ്തിട്ട് ആരെങ്കിലും കൊണ്ട് സ്ക്രൂ ചെയ്തിട്ട് വല്ല ഫോട്ടോ വല്ലതും ഫിറ്റ് ചെയ്ത് എന്നെ ആണി അടിച്ചാൽ ഇത് താഴോട്ട് പോകുന്നു ഇദ്ദേഹത്തിന് അറിയാം. ആ പറഞ്ഞ വ്യക്തി ഈ ഫാൻ ഫിറ്റ് ചെയ്തിരുന്ന 1.5 ഇഞ്ചിൻ്റെ ആണി കൊണ്ടാണ് ഈ ഫാൻ ഇത്രയും പൊക്കത്ത് ഫിറ്റ് ചെയ്തിരുന്നത്. ഞാനിവിടെ ഇരുന്നപ്പോഴത്തേക്കും ഇത് ഒരു സൗണ്ട് കേട്ടു. ഞാൻ എന്തായാലും ഇങ്ങനെ പുറത്തോട്ട് എന്തോ വരുന്ന പോലെ തോന്നി. പെട്ടെന്ന് ഞാൻ തട്ടി കഴിഞ്ഞപ്പം ഈ ഫാനിൻ്റെ ഒരു സൈഡ് വന്ന് എൻ്റെ ഇവിടെ ഇടിച്ച് ഇത് മുറിഞ്ഞ പാടാണ്. മുറിഞ്ഞെന്ന് പറഞ്ഞാൽ അകത്തോട്ട് മുറിഞ്ഞില്ല, പക്ഷെ തൊലി പോയിട്ടുണ്ടല്ലോ. എനിക്ക് വേദന സഹിക്കാൻ പറ്റില്ല, അകത്തും എനിക്ക് വേദന. ഞാൻ എനിക്ക് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വെച്ച് ഈ വേദനയുണ്ട്. എന്നിട്ട് പോലും ഞാൻ ഒരക്ഷരം പോലും ഞാൻ ആ ബിഷപ്പിൻ്റെ അടുത്ത് കാണിച്ച് ഇത് കണ്ടോ എൻ്റെ എന്നാ പറ്റിയാച്ചാ ഫാൻ വേണോ, അയ്യോ ഇവനൊക്കെ എന്നത് ഈ കാണിച്ച് വെച്ചിട്ട് ചുമ്മാ എന്നാ അതൊന്ന്. എന്നിട്ട് ഇവിടെ ആ വാഷ് ബേസിൻ അതും എന്നെ വെയിറ്റുള്ള സാധനം 1.5 ഇഞ്ചിന്റെ ആണിക്ക് അതും ഫിറ്റ് ചെയ്ത് വെച്ചിരുന്നത്, ഇതും താഴെ പോയി. കുഞ്ഞുങ്ങള് കളിക്കുമായിരുന്നു, അതും താഴെ പോയി. അപ്പൊ ഈ 2 സാധനവും പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിളിച്ചു, ഫിറോസിനെ വിളിച്ചു, എടുത്തില്ല. എഞ്ചിനീയറെ വിളിച്ചു, മനോജ് എന്ന് പറഞ്ഞ ആളെ വിളിച്ചു, എടുത്തു. ഞാൻ പറഞ്ഞേ സാറേ പിന്നെ ഈ ഫാൻ ഇതുപോലെ വീണ് എൻ്റെ ദേഹത്തോട്ടം വീണു, ഇവിടെ കുഞ്ഞുങ്ങളാരാണെങ്കിൽ അവരുടെ തല പോയേനെ, പിന്നെ എന്തായാലും ആയിക്കോട്ടെ. ഈ വാഷ് ബേസിൻ വീണു, അതും ഇതുപോലെ നശിക്കുക. അങ്ങനെ ഈ ഫിറ്റ് ചെയ്തിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇതായിട്ട് ഇങ്ങനെ പോകും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളിവിടെ വരണം. 5-ാം തീയതി സുധിയുടെ 2ാമത്തെ ആണ്ട് പ്രാർത്ഥനയാണ്. ഒത്തിരി ചിലപ്പോൾ ചാനലുകാർ യൂട്യൂബേഴ്സൊക്കെ വരും, അവർ വന്ന് ഇതെങ്ങനെ കാണുക വെച്ച് ആയിക്കഴിഞ്ഞാൽ അത് വളരെ നിങ്ങൾക്ക് മോശമാക്കും. ഞങ്ങളായിട്ട് കേൾത്തത്തില്ല, നിങ്ങൾക്ക് മോശമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം ഇവിടെ ഞാൻ ആളെ വിടാമെന്ന് പറഞ്ഞു. ഒരാൾ ഇവിടെ വന്നു, 2.5 ഇഞ്ചിൻ്റെ ആണി ചെന്ന് മേടിച്ചുകൊണ്ട് വന്ന് ഇതും അഴിച്ചു കളഞ്ഞിട്ട് അയാൾ തന്നെ പറയും എന്നാ പണിയായി ഇവന്മാർ കാണിച്ചത്. കാരണം ഇത് ചുണ്ണാമ്പ് പോലത്തെ സാധനത്തിൽ 1.5 ഇഞ്ച് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ പോകും. എൻ്റെ തലയെ വീണ്ടുന്നത് ഞാൻ ചത്തുപോയത്. എന്നിട്ട് പോലും ഞാൻ ഈ സോഷ്യൽ മീഡിയ വഴി പുറത്ത് ഈ ഫിറോസിനെ ഈ ഗ്രൂപ്പിനെ ഉയർത്താനായിട്ട് ഞാൻ ഒരുമ്പെട്ടോ ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. അതിൻ്റെ കാരണം എനിക്കൊരു ബോധം ഉണ്ടായിരുന്നു, ഇത് ദാനം തന്നതാണ് കുഞ്ഞുങ്ങൾക്ക്, നമ്മൾ കുറേ ഒതുങ്ങി ഒക്കെ ഇരിക്കണം. ഇത്രയും ആക്ഷേപം ഉണ്ടായിട്ട് ഞാൻ മിണ്ടിയില്ല. ഇത് പറഞ്ഞപ്പോഴത്തേക്കും ഇയാൾ തന്നെ നേരിട്ട് ഞാൻ സുധിയുടെ പിന്നെ അപ്പനും അമ്മയും ഇവിടെ താമസിക്കാമെന്ന് ഓർത്തെന്ന് ഇയാൾ. അങ്ങനെ ഓർത്താണ് ഈ പിള്ളേർക്ക് വീട് നാട്ടുകാർ പൈസ കൊടുത്തു, അങ്ങനെ ഓർത്താണ് ഇതെല്ലാം സ്പോൺസർ എന്ന് പുള്ളി പറഞ്ഞത്. എല്ലാം സ്പോൺസറാണ്. ഈ ഡോറ് കിങ്സ് എന്ന് പറഞ്ഞ അതുണ്ടാക്കിയ അവരുടെ സ്പോൺസർ, ഓരോ സാധനവും സ്പോൺസറിങ്. ഈ 5 ഫാൻ അവസാനം എന്നോട് പറഞ്ഞു, അതും പിന്നെ ഇത് എല്ലാം ഞാൻ പറഞ്ഞതല്ല, ഫിറോസ് തന്നെ അന്ന് പറഞ്ഞിട്ടതാണ്. 2-3 പ്രാവശ്യമായിട്ട് സോഷ്യൽ മീഡിയ വഴി തന്നെ പുള്ളി ചാനൽ വഴി സംസാരിച്ചതാണ്. ഞാൻ ഒരു കള്ളമല്ല, എനിക്ക് കള്ളം പറയേണ്ട ഒരു കാര്യമില്ല. കള്ളം പറഞ്ഞിട്ട് എനിക്ക് 64 വയസ്സ്, ഈ കള്ളം പറഞ്ഞിട്ട് ഇനി ഒന്നും നേടാനില്ല.
ഇത്ര ഞാൻ സങ്കടം കൊണ്ട് ഞാൻ പറയാം. എന്നിട്ട് പോലും ഞാൻ ഈ ലോകരെ അറിയിക്കാതെ എന്താ പറയണ്ട പൊതിഞ്ഞു വെച്ചുകൊണ്ട് ഇരുന്ന എന്നെ ഇപ്പൊ പിന്നെ അവിടെ ആരാ താമസിക്കുന്നത്? ഇവിടെ വന്നിവിടെ താമസിച്ചോ? തനിക്കാരെങ്കിലും ഞാനിവിടെ കൊണ്ട് വീടുണ്ടാക്കിയത് വേണ്ടി താമസിച്ചു, അല്ലെങ്കിൽ ഈ വേദനയുള്ള നാട്ടുകാർ ഇവിടെ വന്ന് താമസിച്ചു. ഞങ്ങൾക്ക് അങ്ങനെ ഇതൊന്നുമില്ല. പിന്നെ ഇത്രയും പേര് ഇത്രയും ആക്ഷേപിക്കുന്ന മനുഷ്യരും എല്ലാവരും ഈ മലയാളികൾ കേൾക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഓരോരുത്തരും ഓരോ പൈസ മുടക്കിയ ഇത് പണിതെങ്കിൽ നിങ്ങൾ ആരെങ്കിലും എന്ന് ഞാൻ പറയുന്നില്ല, എല്ലാ സ്പോൺസറും എല്ലാവരും പൈസ പിരിച്ചെന്ന് ഈ ഉണ്ടാക്കിയ ആൾ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നിങ്ങളൊന്ന് ഇത് കാണണം. ഞാനതിൽ വീഡിയോ എടുത്ത് ഞാൻ കാണിക്കാം. തേപ്പ് മുഴുവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭിത്തി ഇങ്ങനെ പല്ലിളിച്ച പോലെ ആയിരിക്കും മുഴുവൻ. അകം മാത്രമേ കുഴപ്പമുള്ളൂ. ഫ്രണ്ട് പിന്നെ ചോരുന്നെന്ന് പറഞ്ഞത് രേണു പറഞ്ഞത് ശരിയാണ്. കോൺക്രീറ്റിന്റെ ഭാഗത്തൊന്നും ചോരുന്നില്ല. അത് അവർക്ക് അറിയത്തില്ല, അവിടെ കാണത്തുണ്ട്. ഈ സിറ്റ് ഔട്ടിന്റെ നിങ്ങളെ ഞാൻ നാളെ കാണും. ഈ സിറ്റ് ഔട്ടിന്റെ ബീമിന്റെ അടിഭാഗം വട്ടത്തിന് ഇത്രയും പെട്ടെന്ന് അവിടെ ലീക്കുണ്ട് അവിടെ. ഞാൻ എന്നിട്ട് ഇന്ന് വരെ ഞാൻ മിണ്ടിയില്ല. എന്താ എനിക്ക് ആ ഇതൊന്ന് തരട്ടെ, നിങ്ങളെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തരണം. നമുക്ക് ഈ കുഞ്ഞുങ്ങളുടെ പേരും അഡ്രസ്സും ഇവിടെ വേണ്ടേ? ഇവനൊരു കാർഡ് വേണ്ട. ഇവന് 5 വയസ്സുള്ളൂ. എല്ലാ ലോകരും ഈ ഫിറോസും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. രേണുവിനെ പറഞ്ഞു, ഞങ്ങളെ പറഞ്ഞു, 5 വയസ്സ് കഴിഞ്ഞ ഒരു കുഞ്ഞിൻ്റെ കാര്യം ഇവരാരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഉണ്ടോ? ആരവനെ സംരക്ഷിക്കും? ആര് സംരക്ഷിക്കും? അത് ഇവരൊന്നും പറയും. ഇവരാരും കൂടി ഞങ്ങൾ ഏൽപ്പിക്കുന്നില്ല നിങ്ങൾ സംരക്ഷിക്കാൻ. അവൾ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്നുണ്ട്. ഞങ്ങൾ അവനെ നോക്കി ഇവിടെ ഇപ്പം താമസിക്കുന്നു. ഞങ്ങൾക്ക് വേണം, നാളെ വേണമെങ്കിലും ഞങ്ങളങ്ങ് മാറും. അതിന് ഞങ്ങൾക്ക് ഒരു മടിയൊന്നുമില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ചെയ്യുന്ന കാര്യത്തിന് സത്യസന്ധത വേണം. ഈ പറഞ്ഞ വ്യക്തികൾക്കും കുടുംബവും കുഞ്ഞുങ്ങളും ഉണ്ടെന്ന് ഓർക്കണം. അയാളിന് എത്ര വലിയ സമ്പന്നനായിക്കോട്ടെ, അല്ല വലിയ കോൺട്രാക്ടർ ആയിട്ട്, ഇതാണോ പുള്ളി ചെയ്യേണ്ട കാര്യം? ഈ വീടിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് കാണണം. പുറം ഞാൻ എടുത്ത് കാണിക്കാം. അന്നേരം അതിൻ്റെ ദണ്ണം വരുള്ളൂ. പട്ടി വല്ലടിച്ചു പോലെ മുഴുവൻ മേളിന്ന് താഴോട്ട് അടർന്ന് വീണോണ്ടിരിക്കുക. അടുത്ത കൊല്ലം ഈ സമയമാകുമ്പോൾ ഭിത്തി ഇങ്ങനെ അകത്ത് പെയിന്റ് എല്ലാം കാണും, പുറത്ത് കറുത്തിരിക്കും മുഴുവൻ. അതിൻ്റെ ആ സിമെൻറ്റും കൂടെ, കട്ടയുടെ സിമെൻറ്റും കൂടെ തേപ്പില്ലെങ്കിൽ കട്ട നനഞ്ഞ് പോകും. അങ്ങനെ വീടിൻ്റെ അവസ്ഥ, ഈ സാധനം ഫിറ്റ് ചെയ്തതിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ. ഇതൊന്നും ഞാൻ പറയുന്നില്ല, മനഃപൂർവ്വം ഞാൻ മിണ്ടാതിരുന്ന. ആരെങ്കിലും മലയാളികളായിട്ട് ആരെങ്കിലും ഇതുപോലുള്ളൊരു അവസരം ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ ദയവേത് നിങ്ങൾ അവർക്കൊരു വീട് ഉണ്ടാക്കി കൊടുക്കരുത്. ഇതുപോലുള്ള വീട് ഉണ്ടാക്കി കൊടുക്കരുത്. കൊടുത്തിട്ട് അവരെ അവിടെ താമസിപ്പിക്കാനും, ഈ ഉണ്ടാക്കുന്നവൻ പറയുന്ന ആൾ അവിടെ താമസിപ്പിക്കാനും നാട്ടുകാർ പറയുന്ന ആൾക്കാരെ അവിടെ താമസിക്കാനും അങ്ങനെ ഒരിക്കലും ചിന്തിച്ച് നിങ്ങൾ ആർക്കും ഒരു സഹായം ചെയ്യരുത്. ഈ ഒരു സഹായം കിട്ടിയോണ്ട് ഞങ്ങൾക്ക് ഭയങ്കര മനപ്രയാസം കൊണ്ട് പറയുക. ഞങ്ങളെ നോക്കണ്ട. ഈ കുഞ്ഞിനെ ഓർത്തോ, ഈ 5.5 വയസ്സുള്ള കുഞ്ഞിനെ ഓർത്തോ. കിച്ചു അവന് 21 വയസ്സായി. സുധി മരിക്കുമ്പോൾ അവന് 19 വയസ്സുണ്ട്. അവനിന്ന് കോളേജിൽ പഠിക്കുന്ന ഒരു പുരുഷന്. പറയുന്നില്ല അവൻ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കാൻ പറ്റുമോ? അവനെ ഞങ്ങൾ നാളെ പോകാം. ഈ കുഞ്ഞിനെ എവിടെ ഇട്ടിട്ട് പോകും? ഈ ഉത്തരവാദിത്തപ്പെട്ട ഇവിടെ താമസിക്കുന്നവരാരും വാ. എനിക്കതേ പറയാനുള്ളൂ. ഉത്തരവാദിത്തപ്പെട്ട ഈ സോഷ്യൽ മീഡിയക്കാരുടെയും ഈ കുറെ യൂട്യൂബർമാരുടെയും ഈ വർത്തമാനങ്ങൾ കേട്ടല്ലേ അവരുടെ ആ രീതിക്ക് സംസാരിച്ച് അതുകൊണ്ട് എന്താ പറയുന്നത്, സ്വർഗം പോലെ തുള്ളിച്ചാടുന്ന കുറെ പ്രിയപ്പെട്ടവരോട്ടെ അവരിങ്ങോട്ട് വരട്ടെ. ഈ ഫിറോസ് ഉൾപ്പെടെ വരട്ടെ, വന്നിവിടെ അവർക്ക് ഇഷ്ടപ്പെട്ടവരോടെ താമസിപ്പിക്കുക. ഈ 5.5 വയസ്സുള്ള കുഞ്ഞിനെ ആര് നോക്കും? പറയണോ, താനൊക്കെ പറ. അതുകൊണ്ട് ഈ സംസാരിക്കുന്നത് ഒരു ഫോൺ കൈ കിട്ടിയോണ്ട് അതേ കയറി സംസാരിക്കുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നും ഓർത്ത് ജനങ്ങളെ വിഡ്ഢിയാക്കിക്കൂ, അല്ലെങ്കിൽ മറ്റുള്ളവരെ വിട്ട് ഞങ്ങളെ ചീത്ത വിളിപ്പിച്ചു. ഞങ്ങൾക്കിത് സത്യസന്ധമായ കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. ഇവിടെ വന്ന് കണ്ടോ നിങ്ങൾ? ഈ ഒരു പൈസയെങ്കിലും മുടക്കാത്തവരാണെങ്കിൽ ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഇവിടെ അയൽവക്കം എന്ന് പറഞ്ഞാൽ ഇത് 5.5 ഏക്കർ സ്ഥലത്തിനകത്ത് ഈ ഒരു വീടും ഇവിടെ താമസിക്കുന്ന വിഷയമുള്ളൂ. ബാക്കി ഞങ്ങൾ ഇറങ്ങി വേണം അയൽവക്കത്ത് ആരെങ്കിലും ഉണ്ടോ സംസാരിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അത് ഈ തിരുമേനി അല്ലെങ്കിൽ ആ ബിഷപ്പിൻ്റെ അടുത്ത് ഞങ്ങൾ പറയത്തുള്ളൂ. അതേയോ അതുപോലെ ഇതെല്ലാം നടന്നു വരുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ എപ്പോഴും കയറി ഇറക്കൊന്നുമില്ല. ഞാനതിൽ മുമ്പ് വിഷയം തിരുമേനിയും അതുപോലെ വിഷയം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ പറയും. ഈ ഇത്രയും വാചകം അടിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പ്രിയപ്പെട്ടവർ കേട്ട് രേണുവിനെ കുറ്റം പറയുന്നവരും അല്ല എന്നെ കുറ്റം പറയുന്നില്ല, ഞങ്ങളവിടെ അഭയാർത്ഥികളായിട്ട് താമസിക്കുന്ന പറയുന്നവരൊക്കെ ഒരു കാര്യം ഓർക്കണം. ഈ വീട് പണിതിട്ട് 1 വർഷം കഴിഞ്ഞ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എന്തുകൊണ്ട് ഈ മനുഷ്യൻ തരുന്നില്ലെന്ന് ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഇവിടെ അന്തസ്സായിട്ട് 24 ഇവിടെ പണിത് തരുമായിരുന്നു. ഞങ്ങൾക്ക് ഇത്ര വലിയ വീടൊന്നുമില്ല. അവർ അന്തസ്സായിട്ട് 2 വീടും 2 മുറിയുടെ ഒരു വീട് ഈ കുഞ്ഞുങ്ങൾക്ക് അല്ല അവർ വെച്ച് തരും. ഇദ്ദേഹത്തിനാണ് ആര് പറഞ്ഞു? ഞങ്ങൾ ചെന്ന് പറഞ്ഞു ഇയാളൊന്ന് പണിയാനായിട്ട്. എന്നിട്ട് ഈ കണ്ട കാര്യം ചെയ്തു വെച്ചിരിക്കുന്നു. നിങ്ങളൊന്ന് കാണണം. നിങ്ങൾക്കൊന്നും അറിയത്തില്ല, നാട്ടുകാർ മലയാളികൾ നിങ്ങൾ വന്ന് കാണണം. ഇതെന്നാ കാണിച്ചു വെച്ചിട്ട് കുമ്മായം കൊണ്ട് തേച്ച് വെച്ച് പുറം മൊത്തം പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഒരു കള്ളമല്ല പറയുന്നത്. ഇയാൾ പറഞ്ഞത് കള്ളം. രേണു നനഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അറിയാവോ ഇത് എവിടെ ചോരുന്നത് എന്താന്ന്?
ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ബീമിന് അടി എൻ്റെ സിറ്റ് ഔട്ടിൻ്റെ അടി ലീക്ക് ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ വേറെ എങ്ങും ലീക്ക് ഉണ്ടെന്ന് പറഞ്ഞു ഇല്ലല്ലോ. അവിടെയുണ്ട് ഈ 2 മുറിയുടെ ഓടിട്ടത് തെറ്റാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഓട് കയറി ഇറങ്ങിയാണ് കിടക്കുന്നത്. അതിൻ്റെ കാര്യം മേളിലൊരു വീതി താഴെ ഒരു വീതി. ഓട് നിരത്തിയിട്ട് വന്നപ്പോഴത്തേക്കും കയറ്റ ഇറക്കമായി. അപ്പം ഇത് കാറ്റടിക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ പൊങ്ങി നിൽക്കുന്ന ഓടിനിട വഴിയെ വെള്ളം ഇറങ്ങുന്നു. അതൊന്ന്. രണ്ടാമത് ഗ്രില്ലിൻ്റെ ഭാഗത്ത് അത് കാറ്റടിക്കുമ്പോൾ നല്ല ശക്തമായ കാറ്റടിക്കുമ്പോൾ ഇതിനകത്ത് നനയും. അത് ശരിയാ. അത് രേണു പറഞ്ഞതാണോ കുറ്റം? രേണു എന്നാ കുറ്റം പറഞ്ഞത്? ഇതെല്ലാം പറഞ്ഞു. ഞാനിപ്പോൾ പറഞ്ഞ പോലെ രേണു പറഞ്ഞില്ലല്ലോ. ഈ കെട്ടിടത്തിൻ്റെ ആധികാരികമായിട്ടുള്ള ഒരു കാര്യം ഞാൻ രേണു പറഞ്ഞില്ല. ഈ നനയെന്നല്ലേ പറഞ്ഞു. അത് അവളുടെ കള്ളത്തരം പൊളിച്ചടുക്കി. താൻ എന്നെ കള്ളത്തരം പൊളിച്ചെടുക്കാൻ ഒന്നുമില്ല. ഒരു കള്ളത്തരം പൊളിച്ചിട്ടുണ്ട്. ഞങ്ങൾ സത്യസന്ധയുടെ കാര്യം പറഞ്ഞു. ഈ വീടിൻ്റെ ഇവിടെ വന്ന് നിങ്ങൾ ആരെങ്കിലും വന്ന് കാണും. ഞങ്ങൾ ഇത് ഈ ചാനൽ വഴി ഇട്ടേക്കാം. അത് സത്യമാണോ എന്ന് വന്ന് മാത്രം നിങ്ങൾ നോക്കുക. അതോ ഇനി ഞങ്ങൾ മാന്തിപ്പറിച്ചാന്ന് പറയാം. അതും വന്ന് കണ്ടോണം. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാവുമ്പം അവരെ വിളിച്ച് അറിയിച്ചായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫോൺ ഞാൻ കൊടുക്കാം. ഇപ്പം ഡിലീറ്റ് ചെയ്തോ എനിക്കത് എൻ്റെ കയ്യിലില്ല. ഞാൻ എൻ്റെ ഫോൺ കൊടുക്കാം. എവിടെ വേണമെങ്കിലും കൊടുക്കാം. ഇവരോട് ഞാൻ എന്ത് കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഇവരുമായിട്ട്. ഇദ്ദേഹം പറഞ്ഞതും പറയണം. ഈ സാജുദ്ദീൻ എന്ന് പറഞ്ഞ ആൾ മുഖാന്തരം എന്നോട് പറഞ്ഞത് പിന്നെ അപ്പം തന്നെ വിളിക്കുന്നു. അപ്പം അങ്ങനെ ഒന്നും പറയരുത്. യൂട്യൂബുകാരൊക്കെ ഒന്നും പറയരുത്. അങ്ങനെ പറഞ്ഞതല്ലോ. അവൻ ബുൾഡോസർ കൊണ്ടുവന്ന് ഇവിടെ ഇടിച്ച് നിരത്തുവന്ന് പഴയതുപോലെ ആക്കുമെന്ന് പറഞ്ഞത്. ഒരു മാന്യനായിട്ടുള്ള വ്യക്തിക്ക് അങ്ങ് പറയാൻ കൊള്ളാമെന്നാണോ? ഒരു മരിച്ചു പോയ ഒരുത്തൻ്റെ അവൻ്റെ അഗതികൾ പോലെ 2 കുഞ്ഞുങ്ങളുടെ പേർക്ക് ഒരു ദാനം കിട്ടിയത് അവിടെ ഒരു വീട് വെച്ച് കൊടുത്തിട്ട് അത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ചോദിച്ച് നിങ്ങൾ തരണമല്ല. ഇവിടെ ചാനലുകാർ വരുന്ന അവരെടുത്തിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞിട്ടല്ല, നിങ്ങൾക്കത് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു ഞാൻ ബുൾഡോസർ കൊണ്ട് ഇടിച്ച് കളയുന്നു. ഇല്ലെന്ന് പറയാൻ സമ്മതിക്കില്ല. അയാൾ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടില്ല. ഈ 3ാമത്തെ വ്യക്തികളോട് പറഞ്ഞ് എന്നെ ഫോൺ വിളിച്ചാൽ പറഞ്ഞത്. എൻ്റെ ഫോൺ ഞാൻ എവിടെ വേണമെങ്കിലും തരാം. ഈ 1 വർഷമായിട്ട് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അറിയാം. പപ്പ ഇപ്പം ഇത്രയും പ്രശ്നങ്ങളും മാനസികമായിട്ട് അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എന്തുകൊണ്ട് ചേച്ചി ഒട്ടേറെ എന്തോരം ഇന്റർവ്യൂസ് ചേച്ചി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് ആ സമയങ്ങളിലൊന്നും ഇതിലൊന്നും പറഞ്ഞില്ല, പ്രതികരിച്ചില്ല? നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സൈലന്റ് ആവേണ്ട സ്ഥാനത്ത് സൈലന്റ് ആകണം. അത് തന്നെയല്ല എനിക്ക് ഇതിന്റെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ചോരുന്ന വെള്ളം വീഴുന്നു എന്ന് അറിയത്തുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പപ്പായെ കൊണ്ടേ പറ്റത്തുള്ളൂ. അതുപോലെ അച്ഛാ, ബിഷപ്പ് പറഞ്ഞിരുന്നു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ വീടിന്റെ നമ്പർ ഉണ്ടാവില്ല. എല്ലാ വീടുകൾക്കും നമുക്കറിയാം, എല്ലാ വീടുകൾക്കും നമ്പർ ഉണ്ട്. വീട്ടു നമ്പർ എന്ന് ഒരു ഇതിലാണ് നമ്മളെല്ലാം അറിയപ്പെടുന്നത് തന്നെ. വീട്ടു നമ്പർ ഇവിടെ ഇല്ല എന്നാണ് ഞാൻ അറിഞ്ഞിരുന്നത്. അപ്പൊ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വീട്ടു നമ്പർ കിട്ടത്തില്ല. അപ്പം അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഈ കുഞ്ഞിനെ കൊണ്ട് ഒരു നമ്പർ ഉണ്ടാക്കാൻ പറ്റുമോ? അവന്റെ റേഷൻ കാർഡ് ഉണ്ടാകണോ? വേണം. ഈ പാവങ്ങൾക്ക് ഈ മരിച്ചുപോയ സുധി എന്തും ആയിക്കോട്ടെ, രേണു എന്ത് ഡാൻസ് കളിച്ചോട്ടെ, രേണു എന്ത് ചെയ്തോട്ടെ, ഞാൻ എന്ത് ചെയ്തോട്ടെ, ഈ കുഞ്ഞുങ്ങളെ ഓർത്താണല്ലോ 24 ആദ്യം തന്നെ ഇപ്പൊ വീടിന്റെ കാര്യം പറയുകയും ഇതേ ഈ KHDS കാര്യം ചെന്ന് ഞങ്ങൾ ഉണ്ടാക്കിക്കൊള്ളാന്ന് പറഞ്ഞ് ഉണ്ടാക്കി തന്നെ. അവർക്കറിയാൻ മേലെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ നമ്പർ കൊടുക്കണമെന്ന്, ആ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന്. ആ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയാലല്ലേ പഞ്ചായത്ത് ഇവിടെ അംഗീകരിക്കത്തുള്ളൂ. ഇതിനിപ്പോ ചുറ്റും ഈ കാട് വെള്ളം പെട്ടെന്ന് പിടിക്കുമ്പോൾ, കാരണം ഇത് തുറസായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം നമ്മുടെ മാത്രമെങ്കിലും തിരിച്ച് നമ്മളെ നിലത്തൊരു വീട് വെച്ചിരിക്കാം. നമ്മളെ കൊണ്ട് എന്നും ഇതിന് ചുറ്റും തെളിക്കാനുള്ള പരിവവും നമുക്കില്ല. നമ്മൾ ഇവിടെ നിന്ന് മാറി 2 ദിവസം കഴിഞ്ഞത് മൊത്തം കാട് പിടിച്ചു പോകും. കാരണം നമുക്ക് അതിനുള്ള മതിലോ അല്ലെങ്കിൽ കാട് കയറി വരാതിരിക്കാനുള്ള സംവിധാനത്തിനുള്ള ഒന്നും നമുക്കില്ല. നമ്മളിവിടെ നിന്ന് പുല്ല് പറിക്കാൻ കാടുകളൊക്കെ പറയും. നമ്മളത് മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവിടെ കാടാകുകയല്ലേ. 2 ദിവസം കഴിഞ്ഞ് കാടാകും. അത് പോട്ടെ, അതിനി പൊക്കോട്ടെ, അതൊന്നും അല്ല പ്രശ്നം. ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇയാൾക്ക് തരാൻ തന്നെ മടി. ഒരു കോൺട്രാക്ടറെ സംബന്ധിച്ച് എത്ര കാശുള്ള കോൺട്രാക്ടറാണ് ഇല്ലാത്തവനാണ്, വെറും ഒരു മേസ്തിരിയാണെങ്കിലും അയാൾക്കൊരു പണി ചെയ്ത്, ഞാൻ കെട്ടണം പണിത് കൊടുത്തിട്ടുള്ള, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ പണി കഴിയുമ്പം അളന്ന് ആദ്യം ഒന്ന് നമ്മൾ പഞ്ചായത്ത് കൊടുക്കും സാങ്ഷന് വേണ്ടി. ആ അളവ് തന്നെ ആണോ ഇത്, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, പണിത് കഴിയുമ്പോൾ അളക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. ഈ അളവും കാര്യങ്ങളും മറ്റുള്ള എല്ലാ അവർ തന്ന പ്ലാനിൻ്റെ എന്തെല്ലാം ഇവിടെ ചെയ്യാൻ പറ്റും നമ്മൾ ഏറ്റിട്ടുണ്ടോ അതെല്ലാം സാങ്ഷനിലുണ്ട്. അതെല്ലാം ആ പേപ്പറെല്ലാം നമ്മൾ അതായത് പഞ്ചായത്ത് കൊടുത്ത് അവർ പഞ്ചായത്തുകാർ ഇവിടെ വരും. ഇവിടെ വന്നിരുന്ന അവരൊന്ന് അളക്കും. അവരളക്കുമ്പോൾ നമ്മുടെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ട്, അതിന് കൂടുതലോ കുറവാണോ ഫൈനോ ഒക്കെ ഇട്ട് നമ്മളതിൻ്റെ പൈസ അടയ്ക്കുക. അവർ നമുക്ക് നമ്പർ കൊടുക്കും. ഇതറിയാത്തതാണോ ഇത്രയും ഈ മനുഷ്യൻ ഈ 1 വർഷമായിട്ട് കയറിയിട്ടുണ്ട്? ഇന്നലെ ഏഴ് പച്ചക്കള്ളം പറഞ്ഞു. എനിക്ക് സങ്കടം. എന്നെ കള്ള പറഞ്ഞു ഇവിടെ നനയുന്നുണ്ടെന്നോ. ഇത് ഈ ഭീമിനടി സിറ്റവട്ടിന്റെ ഭീമിനടി പാർക്കാരോടെ ചോരുന്നുണ്ട്.
ബാക്കി ഈ 2 മുറിയും ഓട് ഇങ്ങനെ തെറ്റിച്ച് കിടക്കുന്ന അവിടെ ഒരു ലീക്ക് ഉണ്ട്. നല്ല കാറ്റടിച്ചാൽ ഓടിനിടെ വഴി വരുള്ളൂ. പിന്നെ ഇവിടെ നിന്ന് നനയുന്നു. ഇതാ ഞാൻ പറഞ്ഞത്. അതൊക്കെ പിന്നെ പോട്ടെ, ഞങ്ങൾ പറഞ്ഞല്ലോ ആരെങ്കിലും വിളിച്ച് ഞങ്ങൾ ഇതിനിടയ്ക്ക് ഒരു ഓട് പറന്നു പോയത്. ഓട് പറന്നു പോയി. അത് ബിഷപ്പിനറിയാം. ഇവര് വന്ന് ചോദിക്കട്ടെ. അവിടെ നിന്ന് ഓട് പറന്നു പോയി. എനിക്ക് ഞാൻ കയറിയ ഓട് ഇങ്ങനെ ഒരു കമ്പ് കൊണ്ട് തള്ളി അവിടെ കൊണ്ട് വെച്ചിരുന്നു. പിന്നെ എന്തായാലും ഒരു ഓട് പണിക്കാരൻ ഇതിലെ വന്ന് അപ്പുറം താമസിക്കുന്ന അവരെ താമസിക്കുന്ന അവൻ ഇതിലെ വന്നു കഴിഞ്ഞ് അവൻ കയറി അത് ഇട്ട് ആ ഓട് ശരിക്കിട്ട് അവനാണ് ഓട് തെറ്റിയ കിടക്കുന്നത് പറഞ്ഞത്. അവൻ ഇവിടെ ഒരുപാട് ചോരുമായിരുന്നു. അവൻ അതെല്ലാം എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് പറഞ്ഞ് ഇനി ഒരു പശ ഏതാണ്ടുണ്ട് അതും കൂടെ മേടിച്ചിട്ട് എന്നെ വിളിക്കും, ഞാൻ വന്ന് ഇത് 2 നനയാതാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അപ്പോൾ ഞങ്ങൾ അവരോട് പറഞ്ഞില്ലല്ലോ. നല്ല ബോധമുള്ളവർക്ക് ഇങ്ങനെ പറയും. പുള്ളിയവർക്ക് തന്നെ അറിയോ അവരവിടെ ഇങ്ങനെ കിടന്നാലും സുധീരവരെ അവർക്ക് വിദ്യാഭ്യാസം കാണില്ല. ഞാൻ വലിയ പുള്ളി, അതുകൊണ്ട് എനിക്ക് എന്തും പറയാം. പച്ച പൊളിച്ചടിക്കും, കേണൂര് പൊളിച്ചടിക്കും. ഒന്നുമില്ല, അടിക്കട്ടെ അവിടെ ഇരുന്നുള്ളൂ. ഞങ്ങളുടെ ദേഹത്തൊന്നും പറ്റത്തില്ല. ദേഹത്ത് പറ്റിയ അന്നേരം നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇവിടെ ഹൗസ് വാമിംഗ് നടന്നപ്പോ തന്നെ എല്ലാരും തന്നെ എല്ലാവരുടെ പ്രസൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഫ്ലവേഴ്സിന്റെ സ്ഥാനത്ത് നിന്ന് ശ്രീകണ്ഠൻ നായർ സാറോ അതുപോലെ തന്നെ ബാക്കിയുള്ള ഫ്ലവേഴ്സിലെ മറ്റംഗങ്ങൾ ആരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. അതെന്തായിരുന്നു? അത് നമുക്കറിയത്തില്ല. ഞങ്ങളോട് വരുമെന്ന് ഞാൻ വിളിച്ചായിരുന്നു. വിളിച്ചപ്പം വരും ശ്രീകണ്ഠൻ നായർ സാറിനെ കിട്ടിയില്ല. അവിടെ അന്നത്തെ പിന്നെ ഈ ഷോ ഡയറക്ടറും പിന്നെ അസിസ്റ്റന്റ് നമ്മുടെ ഉണ്ണി സാർ എന്ന് പറയാൻ സാറിനെ ഞാൻ വിളിച്ചായിരുന്നു. അന്നേരം പറഞ്ഞാൽ ശരി, ഞങ്ങൾക്ക് ഇപ്പോൾ വരാൻ പറ്റത്തില്ല, ഞങ്ങൾ വേറൊരു ദിവസം വന്നോളാം. നിങ്ങളിപ്പോൾ ആ ചടങ്ങുകളൊക്കെ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഒരു വീടാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്, ആ വീട് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ആ വീട് ഭംഗിയായിട്ട് അറിയുന്നു, അതുകൊണ്ട് ഞങ്ങൾ വേറൊരു ദിവസം വന്നോളാം, നിങ്ങൾ സന്തോഷമായിട്ട് നടത്തിക്കോളാൻ പറഞ്ഞു. ഇതിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ അന്ന് കയറി താമസത്തിന് ഞങ്ങൾ ബാക്കി പരിപാടി ഇവിടെ ഒറ്റ രാത്രി കൊണ്ടാണ്, 2 ദിവസം കൊണ്ട് മണ്ണും വലിച്ചിട്ട് അവിടെ ഇത് കെട്ടി വെച്ച്. അത് ഞാൻ പറയാം, മതിലിൻ്റെ കാര്യം പറയാം. അപ്പം ധൃതി വെച്ച് പണി ചെയ്തു, എല്ലാം ചെയ്ത് പിന്നെ വിളിച്ചു താമസിച്ചോളാൻ പറഞ്ഞ സമയമൊക്കെ ഫിക്സ് ചെയ്ത് എല്ലാവരെയും വിളിച്ച് പറഞ്ഞിട്ട് 2 ദിവസം മുമ്പ് താമസിക്കുന്നത് 2 ദിവസം മുമ്പ് എന്നെ വിളിച്ച് ദിവസം തന്നെ പറഞ്ഞു ഒരു 350 പേർക്ക് ഉള്ള ഭക്ഷണം നിങ്ങൾ കൊടുത്തോളാം. അത് അപ്പം ഞാൻ കഴിവുകൊണ്ട് വിളിക്കും, 350 പേരുടെ ഭക്ഷണം ഇങ്ങനെ കൊടുക്കാം, നമുക്ക് ഒരു നിവൃത്തിയില്ല. ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞൊക്കെ ഇങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുക, അത് കൊടുക്കണം. ഇതെന്നാ ഞാൻ തുറന്ന് പറയാം, എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇനി എന്നെ നാളെ തൊട്ട് സോഷ്യൽ മീഡിയ വരെ തെറി വിളിച്ചാലും ഞാൻ അത് കാണുന്നില്ല. വിളിക്കുന്ന അവര് പറഞ്ഞിട്ട് അവര് മാറിക്കോളും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു 350 പേർക്ക് കാപ്പി കൊടുക്കുക എന്ന് പറഞ്ഞു. നിങ്ങൾ വിഷമിക്കണ്ട, ബ്രസ് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട. പിന്നെ ഇത് മിമിക്രിക്കാര് സംഘടന നിങ്ങൾക്ക് 1 ലക്ഷം രൂപ കൊണ്ടുവരുന്നുണ്ട്. അപ്പം നോക്കിക്കോണം, ഈ സംഘടനയെ തന്നെ ഉള്ളവർ ഞങ്ങൾക്ക് 1 ലക്ഷം രൂപ കൊണ്ടുവരുന്നെന്ന് ഫിറോസുമായിട്ട് സംസാരിക്കുന്നു. അതുകൊണ്ടല്ലേ ഫിറോസ് അങ്ങനെ പറഞ്ഞത്. ഞാൻ അന്നും തിരുമേനിയോട് വന്നു, ഈ ബിഷപ്പിനോട് പറഞ്ഞു, തിരുമേനി ഇന്ന പോലെയാ. അപ്പം ഫ്ലവേഴ്സുകാർ ഞങ്ങളോട് പറഞ്ഞത്, ഫ്ലവേഴ്സുകാരെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയറക്ടർ ഞങ്ങളോട് പറഞ്ഞു. അല്ല ഫ്ലവേഴ്സുകാരെന്ന് പറയുമ്പോൾ ശ്രീകണ്ഠൻ നായർ സാറോ അതുപോലെ വലിയ ആൾക്കാർ അവരൊന്നും വേണ്ടിയിട്ടില്ല. എന്നോട് വിളിച്ച് പറഞ്ഞു, അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം, എന്തെങ്കിലും അന്ന് ഇങ്ങനെ എന്തെങ്കിലും കിട്ടുമോ എല്ലാം ചെയ്യണം. നിങ്ങൾ കിട്ടുമെന്നല്ല, നിങ്ങൾ ഒരിക്കലും വലിയ ആഡംബരമായിട്ട് ചെയ്യണ്ട. രാവിലെയല്ലേ 9:10 നിങ്ങളൊരു നാരങ്ങ വെള്ളമോ അല്ല അതുപോലെ ഒരു ഗ്ലാസ് ചായയോ ഒരു ലഡുവോ ഇതൊക്കെ കൊടുത്താൽ മതി കേട്ടോ. നിങ്ങളുടെ അവസ്ഥ ഞങ്ങൾക്ക്, കാരണം അവരെ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കല്ലേ. അവരത് ഈ സുതി മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, പ്രാർത്ഥനയുള്ള കാര്യങ്ങൾ അവർ ഞങ്ങൾക്ക് പൈസ തരികയും സഹായിച്ചുകൊണ്ടിരിക്കുന്ന, വേറെ വരുമാനമൊന്നുമില്ല ഞങ്ങൾക്ക്. അതുകൊണ്ട് അവർക്ക് അറിയാവുന്നതുകൊണ്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അതൊരു കടമൊന്നും വലിച്ച് വെക്കരുത്, വെള്ളമോ വല്ലതും കൊടുക്കാവുള്ളൂ. ഞാൻ പറഞ്ഞത് അത്രേ ഉള്ളൂ, ഞങ്ങളെ കൊണ്ട് അതേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിരിക്കുക. അന്നേരമാണ് ഫിറോസ് ഇങ്ങനെ വിളിച്ച് പറയുന്നത്, പിന്നെ 350 പേരുടെ ഭക്ഷണമെങ്കിലും ഒരുക്കണമെന്ന്. ഒരു 350 പേരുടെ ഭക്ഷണം ഉണ്ടാക്കണ രൂപ എത്രയാകും? ഞാൻ വിഷമിച്ചപ്പോഴത്തേക്കും നിങ്ങൾ വിഷമിക്കണ്ട, അതിനുള്ള പൈസ മിമിക് ആർട്ടിസ്റ്റ് സംഘടന കൊണ്ട് തരുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ സാധുജി എന്ന് പറഞ്ഞാൽ അതും പുള്ളി ഈ സംഘടനയിലുള്ള ആളാണ്, ഒരു ആർട്ടിസ്റ്റാണ്. പുള്ളി എന്നോട് പറഞ്ഞു, അപ്പം നിങ്ങൾ വിഷമിക്കണ്ടോ കേട്ടോ, 1 ലക്ഷം രൂപ അവർ കൊണ്ടുവരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളത് ഒരു 350 പേര് കാണുമെങ്കിൽ നിങ്ങൾ വെച്ചാൽ 350 അല്ല 400 പേരിൽ 400 അല്ല അതിലും കൂടുതൽ ഒരുപാട് ആളുണ്ടായിരുന്നു നമ്മൾ വിളിച്ചത്. എന്നാൽ ഞങ്ങളൊട്ട് ആൾക്കാരെ അങ്ങനെ അധികം വിളിച്ചുമില്ല. കാരണം എന്താ, നമ്മൾ ദൂരെയുള്ള ബന്ധുക്കാരെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നിയന്ത്രിക്കാൻ ഇതിനുള്ള അന്നേരത്തെ ആ ഒരു മാനസികാവസ്ഥയല്ല, പൈസയും കുറവാണ്. അതുകൊണ്ട് ആ 1 ലക്ഷം രൂപ അതുപോലെ തന്നെ ചിലവാക്കി. അപ്പം നോക്കിക്കോ, ഞങ്ങൾക്ക് ഉപകാരം ചെയ്തിട്ട് ഇങ്ങനെ ഇത് അത് പറയാതിരിക്കും. ഇതൊന്നും ഞാൻ പറയത്തില്ലായിരുന്നു, ഇതൊന്നും ഞാൻ പറയുകയല്ല, പറയുന്ന വ്യക്തിയല്ലായിരുന്നു. പക്ഷെ ഇനി പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇനിയെങ്കിലും സത്യം എന്താണെന്ന് ലോകരെ അറിയണം. അതുപോലെ വീടിൻ്റെ അവസ്ഥ വന്ന് കാണട്ടെ എല്ലാവരും.
ഇങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ പോയത്. ഇന്നുകൊണ്ട് ഇനി ഞാനൊരു വീഡിയോ വന്നിങ്ങനെ ഒന്നും ഒരു കാര്യവും പറയത്തുമില്ല. പിന്നെ കഴിഞ്ഞ ഇടയ്ക്ക് ഈ ഇവിടെ വീട് അവർ വെച്ച് തരുന്നു, ഫിറോസൊക്കെ വെച്ച് തരുന്നു. അപ്പം പിന്നെ ഇവിടെ വെള്ളമില്ലല്ലോ, കുഴൽക്കിണറാണ് കുത്തിയത്. കുഴൽക്കിണർ കുത്തിയിട്ട് മോട്ടറൊക്കെ ഫിറ്റ് ചെയ്ത് പണിയെല്ലാം ഇങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ താമസിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും മോട്ടർ കേടായി, ഇടിവെട്ടിയോ എങ്ങനെയോ ഇത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ കയ്യിൽ ഒരു അഡ്രസ്സും ഇല്ല. ഈ മോട്ടറിന്റെ ഒരു അഡ്രസ്സും ഇല്ല ഞങ്ങളുടെ, ആരും ഞങ്ങളുടെ തന്നില്ല. അപ്പൊ 24കാരാണോ ഇത് മേടിച്ചതെന്ന് നമുക്കറിയത്തില്ല, ഇവരാണോ മേടിച്ചതെന്ന് അറിയാത്തത് കൊണ്ട് ഞങ്ങൾ വിളിച്ച്, നമ്മുടെ ഉള്ളവരല്ലേ വിളിക്കുള്ളൂ. അപ്പൊ ഇവർക്കാകുമ്പോൾ അറിയാമല്ലോ. അതിനുവേണ്ടി ഞാൻ വിളിച്ചതാണ്. ഇതെങ്ങനെയാണ് ഈ മോട്ടർ ആരാണ് മേടിച്ചത്, നമ്പർ വല്ലതും ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടോ ഞങ്ങൾക്കൊന്ന് ബന്ധപ്പെടാൻ, മോട്ടർ കത്തിപ്പോയെന്ന്. അത് പറഞ്ഞാണ് ആക്ഷേപിക്കാനും മോട്ടർ പോയപ്പോൾ ഞങ്ങൾ വിളിച്ചു പറഞ്ഞത്. ഇദ്ദേഹത്തോട് മോട്ടർ പോയപ്പോൾ ഞങ്ങൾ വിളിച്ചു പറഞ്ഞത് ഉണ്ടാക്കി തരാൻ വിളിച്ചത്. വേറൊന്നാണ് അയാളാ പച്ചക്കള്ളം പറഞ്ഞത്. അതാണ് പച്ചെന്നാണ്. അതൊക്കെ പറഞ്ഞല്ലേ? അല്ല, അതാ പച്ചെന്നാണ് അങ്ങനെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞത്, ഞാൻ വിളിച്ചു ചോദിച്ചത് ഒരു അഡ്രസ്സ് ഇല്ലല്ലോ, ഇത് ആര് കൊണ്ടുവച്ച് തന്നില്ല, ഇതിനൊരു അഡ്രസ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വിളിക്കാൻ പറ്റും. പിന്നെയാണ് അവർ പറഞ്ഞത്, മനോജ് ആണെന്ന് എനിക്ക് തോന്നുന്നു, ഇവരുടെ എഞ്ചിനീയറിനോട് വിളിച്ച് പറഞ്ഞത് ഞങ്ങളല്ല 24കാരാണ്. അങ്ങനെ ഞാൻ പിന്നെ 24കാർ, അയാൾ ആ ഡയറക്ടർ അന്നേരം ഇല്ല. എന്നിട്ട് പോലും അയാൾ എൻ്റെ നമ്പർ കണ്ടപ്പോൾ എടുത്ത് എന്നാന്ന് ചോദിച്ചതിൻ്റെ പോലെ പറഞ്ഞാൽ പുള്ളിയാണ് ഓഫീസിൽ നമ്പർ തന്നു. അങ്ങനെ രണ്ടാമത് അവർ ബന്ധപ്പെട്ടതുകൊണ്ട് മോട്ടർ നന്നാക്കിയത്. അപ്പോൾ അതും കണ്ട, മോട്ടർ നന്നാക്കിയത് നിങ്ങളുടെ അഡ്രസ്സ് തരാമോ, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇത് മേടിച്ചതെന്ന് ചോദിച്ചതിനാണ് പറഞ്ഞത് അവരോട് മോട്ടർ നന്നാക്കാൻ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഈ ഗ്രില്ല് വയ്ക്കാതെ ഈ 1 വർഷമായിട്ട് നനഞ്ഞു കിടക്കുന്ന ആളോട് ഞാൻ മോട്ടർ വയ്ക്കാൻ പറയുമോ? ഒന്ന് ഈ ഓട് മൊത്തം ഇങ്ങനെ ഇരുന്ന് നനയുന്ന ഭാഗത്ത് പറഞ്ഞിട്ട് കേൾക്കാത്തവരോട് പറയുമോ? അതെല്ലാം പോട്ടെ, എല്ലാം കുട്ടപ്പന നല്ല രീതിയിൽ തന്നെ പുള്ളി ചെയ്തായിട്ട് പോയിരിക്കുന്നത്. കംപ്ലീറ്റ് ഞങ്ങൾ ചെയ്തെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് തരാത്ത ഈ പിന്നെ ഈ ആള്, ഈ കോൺട്രാക്ടർ അല്ലെങ്കിൽ ഈ വീടുണ്ടാക്കിയ മനുഷ്യൻ, അയാളോട് ഞാൻ എങ്ങനെ ചോദിക്കും മോട്ടർ നന്നാക്കി തരാൻ? ഇത് പിന്നെ ഓട് മാറിയിടാൻ ഞാൻ പറയുമോ? ഇതൊക്കെ ആദ്യം പറഞ്ഞ സംഭവമാണ്, ഒരാഴ്ചക്കകം പറഞ്ഞ സംഭവം അവരുടെ മെയിൻ പണിക്കാരോടും എഞ്ചിനീയറോടും. വീടിനകത്ത് തുണി ഇരിക്കുന്നെന്ന് പറഞ്ഞ് യൂട്യൂബേഴ്സും എല്ലാവരും ഭയങ്കര ബഹളം. സമ്മതിച്ചു. ഈ ഫിറോസ് എന്ന് പറഞ്ഞ ഈ ചെയർമാനും പറഞ്ഞു. അതിന്റെ അഹം കണ്ടിട്ട് പുള്ളിക്ക് ഭയങ്കര സഹിക്കാൻ പറ്റും. പുള്ളി നാളെ ഇതിന്റെ പുറം തേപ്പ് മൊത്തം പോയിക്കൊണ്ടിരിക്കുന്ന പുള്ളി വന്ന് കാണാം. അകത്ത് ചെളിയിരുന്നു, അകത്ത് തുണി വെട്ടിക്കിടന്നു, അല്ലെങ്കിൽ അവിടെ വൃത്തിയില്ലായിരുന്നു. പുറം ഈ പൊളിഞ്ഞോണ്ട് പോകുന്നത് നമ്മൾ താമസിക്കുന്നത് ഈ വൃത്തിയില്ലാത്തതുകൊണ്ടാണ് പുറം തേപ്പ് സഹിതം പോയിക്കൊണ്ടിരിക്കുന്നത്. വന്ന് കാണ്, എന്നിട്ട് ന്യായം പറയണം. എന്നിട്ട് വേണം അവിടെ ചെന്നിരുന്നിട്ട് പറയാനായിട്ട്, അയ്യോ അവര് പറഞ്ഞതെല്ലാം കള്ളമാണ്, ഞാൻ അവിടെ ചെന്നായിരുന്നു, ഞാൻ ആദരം കൊണ്ട് പോയി, ഇവർ പറഞ്ഞതെല്ലാം കള്ളമാണ്. ഏതാ ബീമിൻ്റെ അടി ലീക്കായിട്ട് വരുന്നില്ല, ഇവിടെ ചാറ്റ അടിച്ചാൽ നനയില ഓട് നേരെ കിടക്കുന്നത്, പിന്നെ ഈ തേച്ച് വെച്ചിരിക്കുന്നതെല്ലാം നല്ല ഡീസൻ്റായിട്ട് ഇരിക്കുന്നു, ഈ സാധനങ്ങളൊന്നും പോയില്ല, ഇപ്പം 2.5 ഇഞ്ചിൻ്റെ ആണി പിടിപ്പിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു, ഞങ്ങളുടെ തലയെ വീഴാതിരിക്കുന്നു. എനിക്കിതൊക്കെ പറയാനുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഈ കുഞ്ഞിനെ ജീവിക്കാൻ അനുവദിക്കാനേ ഞാൻ പറയത്തുള്ളൂ. എന്നെ ഞങ്ങളുടെ മകളെ ഇവളല്ല, അവന് 5.5 വയസ്സേ ഉള്ളൂ. എല്ലാവരും കുറ്റം പറയുന്നില്ല, അവനെ മറന്നു പോകുന്ന കുറെ ജനങ്ങളുണ്ട്. അവനും കൂടി ചേർത്താണ് ഈ വീട് വെച്ച് കൊടുത്തിരിക്കുന്നത്. അവനും കിച്ചുവിന്റെയും കൂടെയാണ് വീട്. അവർ രണ്ടുപേരെ സഹോദരങ്ങളാണ്. അവരൊരു രക്തമാണ്. അവനെന്ന് പറഞ്ഞ എന്നെ ജീവനാന്നറിയോ വിളിക്കുമ്പോഴോ? കിച്ചുവിനും ഋതുവിനും ഭയങ്കര സ്നേഹമാണ് അവർക്ക് രണ്ടുപേർക്കും. പക്ഷെ പല മലയാളികളും ഋതുവിനെ മറന്നു പോകുന്നു. എല്ലാരും ഒന്നല്ല, ഈ യൂട്യൂബേഴ്സ് കുറെ പേരും അത് നിന്നോടുള്ള വിരോധം കൊണ്ട് അവനെ മറക്കും. മക്കളാണ് രണ്ടുപേരും. ഈ കിച്ചുവിനെ പോലെ തന്നെ അവകാശമുള്ളതാണ് ഋതുവിന്, ഋതുവിനെ പോലെ തന്നെ അവകാശമുള്ളതാണ് കിച്ചുവിനും. അതുകൊണ്ട് എനിക്ക് അവസാനമായിട്ട് കുഞ്ഞിനെ മറന്നു പോകുന്നു പല ആൾക്കാരും. അവസാനമായിട്ട് ഒരു 100 റിയാക്ഷൻ വീഡിയോ ഇറങ്ങുമ്പോ ഒന്നും റിയാക്ഷൻ ഇട്ടോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ കാണുന്ന ഓർത്തിടണ്ട, ഞാനും കാണത്തില്ല. ഇടുന്നവരോടും നമുക്ക് സന്തോഷമുള്ളൂ. നിങ്ങളും വന്ന് ഇത് കാണണം, ഇത് കണ്ടിട്ടോ. ഇത് കണ്ടിട്ട് ഫിറോസ് എന്ന് പറഞ്ഞ ആളാണോ പൊളിച്ചടിക്കിയത്, അല്ലെങ്കിൽ രേണുസുതിയാണോ ഈ വീടിന്റെ നാമത്തിൽ ചോരുന്നെന്ന് പറഞ്ഞതിൽ ഇതിന്റെ ആക്ഷേപം ഇപ്പൊ പറഞ്ഞതിനൊക്കെ കള്ളമാണെന്ന്, കള്ളിയാണെന്നുള്ളത് നേരെ അത് നിങ്ങൾക്ക് വിശ്വസിക്കുകയെങ്കിൽ നിങ്ങൾ വന്ന് കണ്ടിട്ട് അവളെ കള്ളിയാക്കുക. ഇല്ലെങ്കിൽ ഞാനിപ്പം പറഞ്ഞത് ഫിറോസിന് എതിരായിട്ടാണ് നിങ്ങൾക്ക് തോന്നണ്ട. രേണുസുതിയുടെ അച്ഛൻ കള്ളം പറഞ്ഞാണ് നിങ്ങൾ വന്നു. നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ ചെയ്തു തരാം. നിങ്ങൾ പറയുന്നത് എന്തും ഇവിടെ നിന്ന് ഈ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കള്ളമായിട്ടുണ്ടെങ്കിൽ ഞാൻ ആ നിമിഷം നിങ്ങൾ പറയാം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോളം പറഞ്ഞ ആ സെക്കൻഡ് ഞാൻ ഇറങ്ങി.
അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങി അല്ലെങ്കിൽ നമ്മൾ അത് വേറെ പോകുന്നത് അല്ല. കാരണം ഇത് കേട്ട് കേട്ട് മടുത്തു. ഒരു വാടക വീടെടുത്ത് അല്ലല്ല, അങ്ങനെ പോകാൻ പറ്റത്തില്ല. ഈ കുഞ്ഞിന് നിനക്കത് പറയാം, ഈ കുഞ്ഞിന്റെ കാര്യം കൂടെ വന്ന് ഉത്തരവാദിത്തമാക്കാം. ചുമ്മാ പോകാൻ പറ്റത്തില്ല. 5.5 വയസ്സുള്ള കുഞ്ഞിന്റെ കാര്യം ഉത്തരവാദിത്തമാക്കാം. അച്ഛാ അതുപോലെ ഇതിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലല്ലോ, അപ്പൊ അത് 24-കാരെ അറിയിച്ചോ, അല്ലെ മീൻസ് ഫ്ലവേഴ്സ്കാരെ അറിയിച്ചോ? അവരോട് ഞാൻ പറഞ്ഞായിരുന്നു ഇതുപോലെ അത് പറഞ്ഞത്. അതുപോലെ മോട്ടോർ പോയപ്പോഴും ഞാൻ അവരോട് പറഞ്ഞത്, അവരാണ് സർട്ടിഫിക്കറ്റ് ഒക്കെ അവര് പറഞ്ഞു. വീടുമായിട്ട് ഞങ്ങള് നേരത്തെ വീട്ടിലെ കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോ ഇവര് ഈ KHDC ഗ്രൂപ്പ്, അത് മറ്റേത് ഫിറോസ്, ഇവര് വന്നാൽ ഏറ്റ് അവരാ ചെയ്യുന്നത്. അപ്പൊ അവരത് തരേണ്ടത്. അതും ഞാൻ കള്ളമല്ല, ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് ഫോൺ പരിശോധിക്കും, അവർക്കൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഫ്ലവേഴ്സുകാര് പിന്നീട് ഇവിടെ വന്ന ലൈക് വിസിറ്റ് ചെയ്തായിരുന്നു, ഇവിടെ വന്നില്ല? ഇല്ല റീസൺ അതെന്താണെന്നൊന്നും നമുക്ക് അങ്ങനെ തിരക്കാൻ പറ്റത്തില്ല. ആരോട് ചോദിക്കാൻ? ഞങ്ങൾ ആരോട് ചോദിക്കാനാ കുട്ടി, ഞങ്ങൾ ആരോട് ചോദിച്ചിട്ടില്ല. ഇപ്പം ഈ പറയുന്ന ഫിറോസ് എന്ന പുള്ളി പറയുന്നത്, അതായത് ഇനി ഞാൻ ആർക്കും സഹായം ചെയ്യത്തില്ല, ഈ ഒരു സഹായം ചെയ്തതുകൊണ്ട് എനിക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടിയിട്ടുണ്ട്, ഒരിക്കലും ഇങ്ങനത്തെ സഹായം ചെയ്യരുത് എന്ന് എനിക്കൊരു അപേക്ഷ കൂടെ ഉണ്ട്. ഒരിക്കലും ഞാൻ പറഞ്ഞില്ല ആദ്യമേ, ഒരിക്കലും ഒരു തന്തയോ ഒരു വീട്ടിലെ അത്താണി എന്ന് പറയുന്ന ഒരാളും മരിച്ചു പോയി കഴിയുമ്പം അവരെ സഹായിക്കാനായിട്ട് വന്നിട്ട് അവരെ അവിടെ ജീവിപ്പിക്കാതെ അവരെ അവിടെ ജീവിപ്പിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടി സംസാരിക്കുകയും സോഷ്യൽ മീഡിയ കയറിയിരുന്നുകൊണ്ട് ഒന്നും അറിയാത്തവർ വെറും കള്ളനും കള്ളിയാക്കുന്ന ആ സ്വഭാവക്കാർ ഒരിക്കലും ആർക്കും ഇത് വെച്ച് കൊടുക്കരുത്. ദൈവമേ, ആരും ഞങ്ങളെപ്പോലെ ഇതുപോലൊരു അവസരത്തിൽ ചെന്ന് ചാടരുത്, അല്ലെ അവർക്ക് അങ്ങനെ ഇട വരുത്തരുതെന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. കാരണം അതിന്റെ വേദന ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ ഇട്ടിട്ട് ഓടാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അച്ഛനും അറിയാം രേണുസുതിക്കെതിരെ നല്ല രീതിയിൽ സൈബർ അറ്റാക്സും അതുപോലെ തന്നെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. അച്ഛൻ അതിനോട് എന്താ പറയാനുള്ളത്? എനിക്കതിന് പറയാനുള്ള വേറെ ഒന്നുമില്ല. എനിക്കിപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അറ്റാക്ക് വന്ന് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുന്ന വ്യക്തിയാണ്. 8 ഗുളിക ഒരു ദിവസം ഞാൻ കഴിക്കുന്നുണ്ട്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. പക്ഷെ എനിക്കൊരു വിശ്വാസമുണ്ട്, എന്തായാലും നമ്മൾ ഇരിക്കുന്ന അത്ര ഒന്നും ഇരിക്കത്തൊന്നും ഇല്ലല്ലോ. പെട്ടെന്നൊരു ഇത് വന്ന് ഞാനിവിടെ നിന്ന് മരണപ്പെട്ടാൽ എനിക്ക് വലിയ ദുഃഖമില്ല. കാരണം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ 2 പിള്ളേരാണ്, അവര് എങ്ങനെയും ഉള്ള റേഷനൊക്കെ കൊണ്ട് അവർ കഴിഞ്ഞോളും. നമ്മൾ ഒത്തിരി സമ്പത്തൊന്നും തേടി വെക്കാത്തത് കൊണ്ട് അതിനും എനിക്ക് വിഷമമില്ല. കാര്യം ഞാൻ അവരെ പഠിപ്പിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്ന് ഈ പേരുദോഷമൊക്കെ ഇങ്ങനെ ഉള്ള ആൾക്കാരെല്ലാം പറയുന്നത് കള്ളനാണെന്നും അവൻ അങ്ങനെയാണെന്നും അവിടെ ആധിപത്യം സ്ഥാപിച്ചെന്നും ഒക്കെ പറഞ്ഞോട്ടെ. അതിനൊന്നും ഞങ്ങൾക്ക് ഒരു വിരോധമില്ല. ഈ പറയുന്ന വ്യക്തികൾ നിങ്ങളുടെ കാര്യം നിങ്ങളൊന്ന് ചിന്തിക്കണം. നിങ്ങൾ ഏത് വീട്ടിലാണ് ജീവിക്കുന്നത്? നിങ്ങൾ ആരൊക്കെ ഉണ്ട്? നിങ്ങൾക്ക് അപ്പനുണ്ടോ? നിങ്ങൾക്ക് അമ്മയുണ്ടോ? നിങ്ങൾക്ക് മക്കളുണ്ടോ? ഭാര്യയുണ്ടോ? നിങ്ങൾ ഏത് കുടുംബത്താണ് ജീവിക്കുന്നത്? നിങ്ങൾ ഏത് സമൂഹത്താണ് ജീവിക്കുന്നത് എന്നുള്ളൊരു ചിന്തയും കൂടെ ചേർത്ത് നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. താങ്ക് യു അച്ഛ, താങ്ക് യു രേണു ചേച്ചി. ഇത്രയും നേരം നിങ്ങളുടെ അവസ്ഥകളും കാര്യങ്ങളെല്ലാം നിങ്ങൾ പറയുകയും ചെയ്തു. എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടട്ടെ. അതുപോലെ തന്നെ എത്രയും വേഗം തന്നെ ഈ ഒരു പ്രശ്നങ്ങളും റൂമേഴ്സും എല്ലാം തന്നെ അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. താങ്ക് യു.